ദി കേരള സ്റ്റോറി 2വിൻ്റെ ട്രailer പുറത്തു വന്നതോടെ ട്രോളുകളുടെ പെരുമഴയാണ്. ചിത്രത്തിൽ ഹിന്ദു പെൺകുട്ടിയെ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കുന്ന രംഗത്തെ പറ്റിയാണ് ഏറ്റവും അധികം ട്രോളുകൾ വരുന്നത്. ഏതായാലും ട്രailer വൻതോതിൽ പ്രചാരണം നേടി. ചിത്രത്തിൽ സൗജന്യമായി പബ്ലിസിറ്റി കിട്ടി എന്ന് കരുതുന്നവരുമുണ്ട്. വിദ്വേഷം തന്നെയാണ് പ്രമേയം എന്ന തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പുകൾ വരുന്നുണ്ട്. അടുത്ത നാഷണൽ അവാർഡ് തീരുമാനമായി എന്ന് ചിലർ കമൻറ്റ് ചെയ്യുന്നു. പക്ഷേ മറുവശത്ത് ആ പഴയ ചോദ്യം വീണ്ടും ഉയരുകയാണ്. കേരളത്തെ തീവ്രവാദത്തിനുള്ള റിക്രൂട്ടിംഗ് കേന്ദ്രമാക്കാനുള്ള ശ്രമം തുടരുകയാണോ? ഇത്തവണ കേരളത്തിന് പുറമെ രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങളിലെ പെൺകുട്ടികളുടെ കടതുകൂടി ഈ ചിത്രം പറയുന്നുണ്ട്. കേരള സ്റ്റോറി ഇന്ത്യ സ്റ്റോറി എന്ന തരത്തിലേക്ക് പ്രചാരണം നേടുകയാണ്. ന്യൂസ് 18 പൊതുവേദി ചർച്ച ചെയ്യുന്നു. എല്ലാവർക്കും പൊതുവേദിയിലേക്ക് സ്വാഗതം. യെസ്, എൻ്റെ ആദ്യ കോളർ ബിനുകുമാർ ചടയമംഗലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ബിനു, ഹലോ. യെസ്, ഈ സ്റ്റോറിയുടെ ട്രailer ബിനു കണ്ടോ? ട്രയൽ കണ്ടില്ല സാർ, കണ്ടിട്ടില്ല. ഓക്കെ, അപ്പോൾ സ്വാഭാവികമായി അങ്ങേക്ക് അതിലൊരു അഭിപ്രായം ഉണ്ടാവില്ല. മുഹമ്മദ് മഞ്ചേരി കൂടി എന്നോടൊപ്പം ചേരുന്നു. ശ്രീ മുഹമ്മദ് മഞ്ചേരി, സാറേ നമസ്കാരം. ഇതിൻ്റെ ട്രailer കണ്ടോ ശ്രീ മുഹമ്മദ് മഞ്ചേരി? കണ്ടില്ല സാർ. ഓക്കെ, ശരി, ഞാനിത് നോക്കട്ടെ. ശരത്ത് എന്നോടൊപ്പം ചേരുന്നു. ബാലരാമൂർത്തി. ശരത്ത് കണ്ടോ? ഈ ട്രailer കണ്ടോ? ട്രയൽ ഞാൻ ഇടയ്ക്ക് യൂട്യൂബിലൊന്ന് നോക്കിയപ്പോൾ കണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എന്ത് തോന്നി? അതിൽ ഈ ബീഫ് കഴിക്കുന്ന രംഗവും ഇതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും കേരളത്തിൻ്റെ ഒരു പരിസ്ഥിതിക്ക് പുറത്തുള്ളതാണ് എന്ന് തോന്നിയോ? നമ്മൾ ഒരാൾ എഴുതി ഉണ്ടാക്കുന്ന ഒരു സ്ക്രിപ്റ്റ് ആണല്ലോ ഒരു കഥ, ഒരു സിനിമ എന്ന് പറയുന്നത്. ഒരു സിനിമയായിട്ട് തന്നെ കാണണം. നമ്മൾ മുമ്പ് സംസാരിച്ചിട്ടുള്ള വിഷയങ്ങളാണ് ഇതല്ല. കാരണം സിനിമയ്ക്കകത്ത് അങ്ങനെ ഒരു വർഗീയത ഉള്ളതായിട്ട് ഞാൻ ചിന്തിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ സിനിമ തിയേറ്ററിൽ പോയി എല്ലാവർക്കും കാണാൻ പറ്റൂലല്ലോ. കാരണം സിനിമയിൽ പങ്കെടുക്കുന്ന പല മതവിശ്വാസികളും പല ജാതിയിൽപ്പെട്ട ആൾക്കാരും പല സുഹൃത്തുക്കളും ചേർന്നിട്ടാണ് സിനിമ ചെയ്യുന്നത്. അപ്പോൾ സിനിമയെ അത്ര വക്രീകരിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. സിനിമയെ ഒരു സിനിമയായിട്ട് കണ്ട് ആ സിനിമയെ എന്താണ് അതിൽ അവർ പറയാൻ ഉദ്ദേശിക്കുന്ന ആശയം എന്ന് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വിജയിപ്പിക്കും. അത്ര എനിക്ക്. പക്ഷേ ഈ ട്രോളുകൾ വന്നപ്പോൾ ഇത് സിനിമയ്ക്ക് ഒരു പബ്ലിസിറ്റി നൽകി എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ വന്നോ? അത് തീർച്ചയായിട്ടും എത്രയോ സിനിമകൾ, ഇപ്പൊ ബാഹുബലി 2 ഒക്കെ എടുക്കാം. നമുക്ക് പിന്നെ ഒരുപാട് ബജറ്റിൽ ഇറങ്ങിയ ഒത്തിരി സിനിമകൾ ഇതേപോലെ തന്നെയാണ്. ഒരു പബ്ലിസിറ്റി ഉണ്ടെങ്കിലല്ലേ ഒരു സിനിമ വിജയിക്കുള്ളൂ. അല്ലാതെ പബ്ലിസിറ്റി ഇല്ലാതെ ഒരു വിവാദമില്ലാതെ ഏതെങ്കിലും ഒരു സിനിമ വിജയിക്കും. അപ്പൊ ഇത് അത് സൗജന്യ ചുളിവിൽ അങ്ങനെ ഒരു വിവാദം കിട്ടിയതാണോ അതോ എന്ത് തോന്നുന്നു? അങ്ങനെ ചുളിവിനൊരു വിവാദം എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം സിനിമ എന്ന് പറയുന്നത് ഓരോ ആൾക്കാരുടെ ഒരു ഐഡിയ ആണ്, ഒരു ആശയമാണ്. അവര് മനസ്സിനകത്ത് കാണുന്ന ഒരു ആശയമാണ് ഒരു സ്ക്രിപ്റ്റ് ആയിട്ട് സിനിമയായിട്ട് ഇറങ്ങുന്നത്. അപ്പൊ തീർച്ചയായിട്ടും സിനിമയായിട്ട് തന്നെ കാണുക. ഇനിയിപ്പോ അതിന്റെ പേരിൽ ഒരു യുദ്ധം നടത്തിയിട്ട് കാര്യമില്ലെന്നാണ് എന്റെ അഭിപ്രായം. യെസ്, വ്യക്തമാണ്, താങ്കളുടെ അഭിപ്രായം കൃത്യമാണ്. അപ്പോൾ സന്തോഷ് എന്നോടൊപ്പം കാസർഗോഡ് ചേരുകയാണ്. സന്തോഷ് കുറേ ദിവസമായി നമ്മുടെ പൊതുവേദിയിലേക്ക് അത് ഞാനുമായിട്ട് സംസാരിച്ചിട്ട് അല്ലേ? യെസ്, ഞാൻ സന്തോഷിലേക്ക് മടങ്ങി വരാം. അദ്ദേഹത്തിൻ്റെ ടെലിഫോൺ ലൈനിൽ എന്തോ കാര്യമായ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. ഏതായാലും ഈ ചിത്രം ദി കേരള സ്റ്റോറി ആദ്യ ഘട്ടത്തിൽ, അതിൻ്റെ ആദ്യ ഭാഗം പുറത്തിറങ്ങിയ ഘട്ടത്തിൽ വലിയ വിവാദങ്ങൾക്ക് അത് വഴിവെച്ചിരുന്നു. ചിത്രത്തിൻ്റെ പ്രമേയം വിദ്വേഷമാണ് എന്ന തരത്തിൽ ആളുകൾ വലിയ തോതിൽ അതിനെതിരെ പ്രചരണവുമായി വന്നിരുന്നു. പക്ഷേ ഇത് കേരളത്തിൽ 1-2 പേർക്കൊക്കെ സംഭവിച്ചിട്ടുള്ള യഥാർത്ഥ കഥയാണ് എന്ന തരത്തിൽ ഒരു ആശയം വന്നിരുന്നു. ആദ്യഘട്ടത്തിൽ 3000-ലധികം പെൺകുട്ടികൾക്ക് ഇങ്ങനെ ദുരവസ്ഥ ഉണ്ടായി എന്നത് ഒരു വിവാദമായിരുന്നു. അങ്ങനെയുള്ളൊരു സാഹചര്യം യാഥാർത്ഥ്യമല്ല എന്ന തരത്തിലുള്ള ഒരു പ്രചരണം ഉണ്ടായിരുന്നു. അങ്ങനെ ആദ്യഘട്ടത്തിൽ ഈ ചിത്രം വലിയ തോതിൽ വിമർശനങ്ങളും ഒപ്പം പിന്തുണയും ഒക്കെ നേടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് രണ്ടാമത്തെ ഒരു ഭാഗം കൂടി പുറത്തു വരുന്നത്. അത് ഏത് തരത്തിൽ ഈ സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കും എന്നതിന്, അല്ലെങ്കിൽ ഏത് തരത്തിൽ ഈ കലാസ്വാദന രംഗം ഇതിനെ സ്വീകരിക്കും എന്നത് ചോദ്യമാണ്. പക്ഷേ ഇത്തവണ കേരളത്തിന് പുറത്ത് മറ്റ് ഇടങ്ങളിലെ കൂടി ആളുകളുടെ പ്രചരണം, അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ആളുകളുടെ കൂടി പ്രതികരണങ്ങൾ, അല്ലെങ്കിൽ അവരുടെ കൂടി അനുഭവങ്ങൾ ഈ സിനിമയുമായി ബന്ധപ്പെട്ട് വരികയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ സ്വാഭാവികമായും ഈ സിനിമ ഇത്തവണ രാജ്യമെമ്പാടുമുള്ള സാഹചര്യങ്ങൾ ആണ് വ്യക്തമാക്കുന്നത്.
അതിൽ എന്ത് തരത്തിലുള്ള ഒരു പ്രതികരണം ഉണ്ടാകും എന്നതിനെ സംബന്ധിച്ചാണ് ഇപ്പോൾ നമ്മൾ വളരെ സഗൗരവം ഉറ്റുനോക്കുന്നത്. ഏതായാലും യൂട്യൂബിൽ എന്നോടൊപ്പം ചില പ്രേക്ഷകർ ചേരുന്നുണ്ട്. സ്വാഭാവികമായും ഷിജു എന്നോടൊപ്പം ചേരുന്നു. ഷിജു എന്നോട് നമസ്കാരം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഡു യു വോണ്ട് ടു വാച്ച് ഇറ്റ്സ് പാർട്ട് 1 മനു എന്ന് ചോദിക്കുന്നത്. ഞാൻ സ്വാഭാവികമായും ഡിഡ് യു വാച്ച് ദ പാർട്ട് 1? സ്വാഭാവികമായും അത്തരം ഒരു വിവാദമൊക്കെ ഉണ്ടായ ഒരു പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒന്നാമത്തെ ഭാഗം കണ്ടു. ആൻഡ് വാട്ട് ഈസ് യുവർ റിവ്യൂ അബൌട്ട് ഇറ്റ്സ്? ഞാനൊരു വിവാദമായതുകൊണ്ട് അതിൽ കൃത്യമായൊരു അഭിപ്രായം പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഏതായാലും ഞാനതിനെ ഒരു സിനിമ എന്ന നിലയിൽ മാത്രമാണ് നോക്കിക്കണ്ടത്. അതിലുണ്ടായ വിവാദങ്ങൾ പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഏതായാലും ശരത്ത് ഇതിനെ ബാഹുബലിയോട് ഒപ്പം ചേർത്ത് വായിച്ചു എന്നത് ഒരു ചർച്ചാ വിഷയമാവുകയും ചെയ്തിട്ടുണ്ട്. മഹി കിള്ളിപ്പാലത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. മഹി, കേൾക്കാമോ? മനസ്സിലായില്ല. ഓക്കെ, ഞാൻ മഹിയിലേക്ക് തിരിച്ചു വരാം. ഇതിൽ ഒരു പ്രധാന വിഷയമായി വരുന്നത് ഈ ദി കേരള സ്റ്റോറി എന്നത് ഒരു BJP RSS അജണ്ടയാണ് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള ഒരു നിലപാടാണ് പ്രധാനമായും വന്നത്. ദി കേരള സ്റ്റോറി ആദ്യഘട്ടത്തിൽ വന്നപ്പോൾ തന്നെ അതിനെതിരെ വലിയ തോതിലുള്ള അതിനൊരു വിമർശനം എന്ന നിലയിൽ ആളുകൾ കണ്ടിരുന്നു. പക്ഷേ ഇത് പ്രധാനമായും RSS അജണ്ടയാണ് എന്ന തരത്തിൽ ഉള്ള ഒരു പ്രതികരണം വരികയും അതിനെ തുടർന്ന് അത് ഒരു വലിയ ചർച്ചാ വിഷയമാവുകയും ചെയ്തത് അങ്ങനെയാണ്. ഏതായാലും അതിന് ചില RSS BJP കേന്ദ്രങ്ങളിൽ നിന്ന് ഈ കഥയും കൂടി വരട്ടെ, ഇങ്ങനെയൊക്കെ ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ, പ്രത്യേകിച്ച് ഉത്തര കേരളത്തിൽ നിന്ന് നിരവധി ആളുകൾ ഈ തീവ്രവാദ മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ പോവുകയും ചെയ്ത ഒരു സാഹചര്യം ഉണ്ടായല്ലോ എന്നൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായും അതുമൊക്കെ ആയി ബന്ധപ്പെട്ട് ആ ഘട്ടത്തിൽ അത് വലിയ തോതിൽ ഇത് വർദ്ധിക്കുകയും ചെയ്തു. അപ്പോൾ ശ്രീ ചന്ദ്രൻ നായർ എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ചന്ദ്രൻ നായർ, കേൾക്കാമോ? ശ്രീ ചന്ദ്രനാണ്. ചന്ദ്രൻ ഇരിഞ്ഞാലക്കുടിയിൽ നിന്നാണ് വിളിക്കുന്നത്. ശ്രീ ചന്ദ്രൻ, യെസ്, ഈ കേരള സ്റ്റോറി പാർട്ട് 2 വരുമ്പോൾ അത് ഏത് തരത്തിലുള്ള ഒരു പ്രതികരണം കേരള സമൂഹത്തിൽ ഉണ്ടാക്കും എന്നാണ് താങ്കൾ കരുതുന്നത്? കേരള സമൂഹത്തിന് ഒന്നും ഉണ്ടാക്കില്ല. പക്ഷെ അത് ആ സ്റ്റോറി എന്ന് പറയുന്നത് നമുക്ക് ഇതിന് വരേണ്ടതാണ്. ഏത് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിലൊക്കെ വിടേണ്ട സിനിമയാണത്. അത്രയും നല്ല സിനിമയാണ്. ഇത് ഞാൻ ചോദിക്കുന്നത് അങ്ങ് ഇത് പരിഹാസമായിട്ട് പറയുകയാണോ യഥാർത്ഥമായിട്ട് പറയുകയാണ്? അയ്യോ, മലയാളിക്ക് അത് പരിഹസിക്കാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇത്രയും ഒരു വൃത്തികെട്ട ഒരു സിനിമ ഇതിനൊക്കെ നമുക്ക് സിനിമയായിട്ട് കാണാൻ പറ്റൂ? അല്ല, മലയാളി ഒന്ന് ചിന്തിക്കുക. രാഷ്ട്രീയമല്ല നമുക്ക് പ്രശ്നം. മലയാളിയെ ഇത്രയും അപകടിക്കുന്ന ഒരു സിനിമ ഇത് നമുക്ക് ഇതിനല്ലേ വിടേണ്ടത്? ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിനൊക്കെ വിടേണ്ട സിനിമയാണ്. എന്നിട്ട് കണ്ടിട്ട് നമ്മൾ ചിരിക്കണം. നമ്മൾ ഇന്ന ആൾക്കാരെ അടുത്ത് ലോകം മുഴുവൻ അറിയിക്കണം. ഇതൊക്കെ എടുക്കണവരുടെ തലയിൽ കളിമണ്ണെന്നല്ലാതെ എന്ത് പറയാനാ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും വിവാദ ചിത്രം കേരള സ്റ്റോറിയുടെ രണ്ടാം ഭാഗമായ ബിയോണ്ട് ദി കേരള സ്റ്റോറി ട്രെയിലർ റിലീസ് ചെയ്തപ്പോൾ തന്നെ അതിലെ ദൃശ്യങ്ങൾ വർഗീയ രംഗങ്ങളാണ്, അതിലെ ഡയലോഗുകൾ വർഗീയമാണ് എന്ന തരത്തിലൊക്കെയുള്ള പ്രചാരണങ്ങൾ വന്നിരുന്നു. അപ്പോൾ വിപുൽ ഷായാണ് ഏതായാലും ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ്. വിപുൽ ഷായും അതുപോലെ സൺഷൈൻ പിക്ചേഴ്സും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഫെബ്രുവരി 27 തിയേറ്ററുകളിലെത്തും എന്നൊക്കെ ആണ് നമുക്കിപ്പോൾ മനസ്സിലാവുന്നത്. പ്രദീപ് എന്നോടൊപ്പം ചേരുന്നു ഇടുക്കിയിൽ നിന്ന്. പ്രദീപ്, ഒരു പടമല്ല ഓർത്തെ, നമുക്ക് എന്താ കുഴപ്പം? പടം ഓടി പ്രശ്നമൊന്നുമില്ല. നടക്കണ സംഭവം തന്നെ കുറെ ഒക്കെ വന്നില്ലേ? ഇന്നലെ ഒരു ഭീകരനെ പിടിച്ചല്ലേ ഉള്ളൂ നെടുമ്പാശ്ശേരിയിൽ. ആയുധ പരിശീലനവുമായി ബന്ധപ്പെട്ട ഒരു ഭീകരനെ പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കേരളത്തിലെ ഒരു സാമൂഹിക അന്തരീക്ഷത്തെ ഏതെങ്കിലും തരത്തിൽ ബാധിക്കും എന്ന് കരുതേണ്ടതുണ്ട്. ഇതിന് വലിയ വന്നിട്ട് ബാധിക്കില്ല. പിന്നെ ഇത് ഈ സിനിമയിലൊക്കെ ഇതൊക്കെ തന്നെയല്ലേ തന്നെ. അല്ലാണ്ട് സിനിമ എന്താ അതൊക്കെ നടക്കാൻ പോണ സംഭവമൊന്നുമില്ല. യാദൃശ്യമായിട്ട് തന്നെയല്ലേ. ശരി, ഓക്കെ. സാങ്കേതിക മാത്രം. ഏതായാലും ഒരു ദേശീയ പുരസ്കാര ജേതാവായ കാമഖ്യ നാരായൺ സിംഗ് ആണ് ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത്. വിപുൽ ഷാ നിർമ്മിക്കുന്ന ഈ ചിത്രത്തിൽ സഹ നിർമ്മാതാവായി ആഷിൻ ഷായും പ്രവർത്തിക്കുന്നു. പുതുമുഖങ്ങളാണ് പ്രധാനമായും ചിത്രത്തിൽ ഇതിൽ എത്തുകയും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പുതുമുഖങ്ങൾ ചിത്രത്തിൽ എത്തുന്ന ഒരു ഘട്ടത്തിൽ കഴിഞ്ഞ തവണ ഈ ചിത്രത്തിൽ വേഷമിട്ട ആളുകൾക്ക് പലതരത്തിലുള്ള ചില പ്രതികരണങ്ങൾ അല്ലെങ്കിൽ അവർക്ക് നേരെ ചില
ആക്രമണത്തിനുള്ള അല്ലെങ്കിൽ അതിനുവേണ്ടിയൊക്കെയുള്ള പ്രതികരണങ്ങൾ ഉണ്ടായി എന്നൊക്കെയുള്ള ചില വിവാദങ്ങൾ അന്ന് പുറത്തു വന്നിരുന്നു. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് അവർക്ക് ആ ഭീഷണികൾ നേരിടേണ്ടി വന്നു എന്നൊക്കെ പറയുമ്പോഴും അതിന് തയ്യാറായി ചിലർ വന്നു എന്ന കാര്യം അന്ന് ശ്രദ്ധേയമായി വന്നിരുന്നു. പ്രസന്നൻ എന്നോടൊപ്പം ചേരുന്നത് മാളയിൽ നിന്നാണ്. ശ്രീ പ്രസന്നൻ, നമസ്കാരം സാർ. നമസ്കാരം. ക്ഷമിക്കണം, പല വിഷയങ്ങളിലും അഭിപ്രായം പറയാനായിട്ട് നമുക്ക് വളരെയധികം താല്പര്യം ഉണ്ടാവാറുണ്ട്. ഈ വിഷയത്തിൽ അഭിപ്രായം പറയാൻ എനിക്ക് യാതൊരു അറിവുമില്ല, കഴിവില്ല. ഇറങ്ങാൻ പോകുന്ന സിനിമയെ കുറിച്ച് ഇപ്പൊ അഭിപ്രായം ഞാൻ എങ്ങനെ പറയാനാ? അപ്പൊ എനിക്ക് ഈ വിഷയത്തിൽ ഒരു അഭിപ്രായമില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇതിൻ്റെ ഒരു ട്രെയിലർ പുറത്തു വന്നൊരു സാഹചര്യത്തിൽ അതിൽ ഒരു വലിയ ഒരു ചിത്രം ഇത് വന്നല്ലോ. അപ്പോൾ ആദ്യം സുദീപ് തോസൻ സംവിധാനം ചെയ്തത് കേരള സ്റ്റോറി വന്നു. അതിൻ്റെ രണ്ടാം ഭാഗമാണ്. ഇതിൽ ബീഫ് കഴിക്കുന്ന തരത്തിൽ ഒരു ആളെ, ഒരു പെൺകുട്ടിയെ നിർബന്ധിക്കുന്നു. ഇതൊക്കെ കേരള സമൂഹത്തിന് അല്ലെങ്കിൽ അവിടെ സ്വാഭാവികമായി ബീഫ് കഴിക്കുന്നൊരു സംസ്ഥാനമാണല്ലോ. അപ്പോൾ അതൊക്കെ തെറ്റായ തരത്തിലുള്ളൊരു പ്രചരണം നൽകുന്നു എന്ന വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ? എന്തായാലും ഈ സമൂഹത്തിൽ സ്പർദ്ധ ഉണ്ടാവാനുള്ള രീതിയിലുള്ള സിനിമയായാലും പ്രസംഗങ്ങളായാലും പ്രസ്താവനകളായാലും ജനങ്ങൾ മാറി നിൽക്കുന്നതാണ് ജനങ്ങളെ ഇഷ്ടപ്പെടുന്നവർ ചെയ്യേണ്ടത്. ഈ എന്താ പറയാ, മാന്തി പൊളിച്ച് വ്രണാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ, അതിൽ നിന്ന് എല്ലാവരും ഒഴിവാകുന്നതും വിട്ടു നിൽക്കുന്നതാണ് നമ്മുടെ സമൂഹത്തിന് നല്ലത്. ഗുണം ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇവരൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യണത് എന്നുള്ള ഒരു അഭിപ്രായമുണ്ട്. ഈ വിഷയമല്ല ഏത് വിഷയമായാലും മാന്തി പൊളിച്ച് വ്രണാക്കരുത്. ക്ഷമിക്കണം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ ഈ കേരള സ്റ്റോറിയുടെ ആദ്യ ഭാഗം അത് 2023 പുറത്തു വന്നത്. അന്ന് തിയേറ്ററിൽ എത്തുന്നതിന് മുൻപ് തന്നെ അത് വലിയ തോതിൽ ആ ചിത്രത്തിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. അന്ന് സുദീപ് തോസൻ സംവിധാനം ചെയ്ത ആ ചിത്രം അന്ന് പലരും അതൊരു വിദ്വേഷത്തിൻ്റെ സന്ദേശമാണ് നൽകുന്നത് എന്ന തരത്തിൽ പറയുകയൊക്കെ ചെയ്തിരുന്നു. ഏതായാലും അതിന് തുടർച്ചയായാണ് രണ്ടാമത്തെ ചിത്രം കൂടി വരുന്നത്. ഡേവിഡ് വിജയ് എന്നോടൊപ്പം ചേരുന്നു പള്ളിരുത്തിയിൽ നിന്ന്. ഡേവിഡ് വിജയ്, ഈ കേരള സ്റ്റോറി 2 വലിയ തോതിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ട്രോളുകളിൽ നിറയുകയാണ്. അതിന് ട്രെയിലർ പുറത്തു വന്ന ഘട്ടത്തിൽ ഞാൻ കണ്ടു ആ ട്രെയിലർ. അത് മലയാളികളല്ലല്ലോ, മലയാളത്തിലുള്ളതല്ല, ഹിന്ദിയിലാണ് അതിന്റെ ഡയലോഗും കാര്യങ്ങളും ഒക്കെ ഞാൻ കണ്ടത് കേട്ടോ. എനിക്ക് അറിഞ്ഞൂടാ മലയാളത്തിലുണ്ടോന്ന്. മലയാളത്തിലല്ല, ഹിന്ദിയിലാണ് സിനിമ. ഹിന്ദിയിലാണ്. പക്ഷെ ഒരു മലയാളി പെൺകുട്ടിയെ ബീഫ് കഴിപ്പിക്കുന്നു എന്ന തരത്തിലാണ് വന്നത്. അതിശയോക്തി മാതിരി രണ്ടുപേര് എന്തോ പിടിച്ച് ബീഫ് ഈ കുട്ടികളെ കഷായം കഴിപ്പിക്കുന്ന കൂട്ട് വായിലേക്ക് തള്ളിക്കയറ്റുന്നൊക്കെ ഞാൻ അങ്ങനെ ഒരു ഓട്ടത്തിൽ കണ്ടു. അത് അങ്ങനെ ആ ട്രെയിലറിലൊക്കെ വടക്കേ ഇന്ത്യക്കാർ സംവിധാനം ചെയ്യുന്നതാണല്ലേ അത്? ബിബുൽ ഷായാണ് ചിത്രത്തിന്റെ നിർമ്മാതാവ്. അതെ, വടക്കേ ഇത് ഹിന്ദിക്കാരൊക്കെ, മലയാളികളാരും ഇല്ല അതിന്റെ പ്രൊഡക്ഷനിലോ ഇതിലൊന്നും എന്നാണ് എന്തോ ചെറിയ ട്രെയിലർ കണ്ടിടത്തോളം മനസ്സിലായത്. അത് ഏതായാലും കോൺട്രവേഴ്സികളിലേക്ക് നീങ്ങും ഏതായാലും. പിന്നെ കഴിയുന്നത്ര ന്യൂനപക്ഷ സമുദായങ്ങൾ മറ്റുള്ളവരെ പ്രൊവൊക്കേഷൻ ഉണ്ടാക്കിയാതിരിക്കുക. അതുകൊണ്ടാണ് ഇതൊക്കെ ഇങ്ങനെ കയറി വരുന്നത്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് കുറേയൊക്കെ ഇത് കാണാൻ കാരണം ഇങ്ങനെയൊക്കെ തോന്നാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളെ വിട്ട് മറ്റവരെ പിടിക്കണം എന്നൊക്കെ, മറ്റുള്ളവരെ നമ്മുടെ കയ്യിലേക്ക് എങ്ങനെയെങ്കിലും എടുക്കണം എന്നൊക്കെ പറയുന്നത് ഞാനൊരു സംഭവം വായിച്ചതാണ്. ജമ്മു കാശ്മീരിൽ നടന്നത്. ഈ കാശ്മീരിൽ ഒരു ഈ വാലി എന്ന് പറയുന്ന വീടുകളൊക്കെ തമ്മി കാണാവുന്ന ഒരു സ്ഥലത്താണ്. അപ്പോൾ ഒരു എഞ്ചിനീയർ, ടെലികോം എഞ്ചിനീയറെ പിടിക്കാനായിട്ട് തീവ്രവാദികളെ അയാളെ കൊല്ലാനായിട്ട് വന്നു. അപ്പോൾ ആൾക്കാർ വേഗം വീടിന്റെ മുകളിൽ കയറ്റി അദ്ദേഹത്തിനെ ഒരു വീപ്പയുടെ അകത്തോ എന്തെങ്കിലും കമഴ്ത്തിയിട്ടിട്ട് അവിടെ ഇരുന്നു. ഇവര് വന്ന് അവിടെയൊക്കെ തെരഞ്ഞിട്ട് കണ്ടില്ല. അപ്പൊ അവര് തീവ്രവാദികൾ തിരിച്ചു പോയേനെ. അപ്പൊ തൊട്ടിപ്പുറത്ത് താമസിക്കുന്ന ഇവര് ഒരു മുസ്ലിം സ്ത്രീയാണ്. അവര് അങ്ങനെയാണല്ലോ കാശ്മീരിൽ, താങ്കൾക്ക് അറിയായിരിക്കും അവിടെ താമസം. ആ സ്ത്രീ അവരെ തിരിച്ചു വിളിച്ചു. ആ തീവ്രവാദികൾ അവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല, കുറച്ചു നേരത്തേക്കാണ് അവിടെ കണ്ടതാണെന്ന് പറഞ്ഞു. പിന്നെ അവരവിടെ തട്ടി മറിച്ചിട്ട് എത്തിയ ആ ബീപ്പയുടെ അടിയിൽ നിന്നിട്ട് കൊന്നു കളഞ്ഞു. ഇത് നടന്നൊരു സംഭവമാണ്. പക്ഷെ അത് നമ്മുടെ അങ്ങ് കാശ്മീരിൽ നടക്കുന്നതായതുകൊണ്ട് ഇവിടുത്തെ പത്രങ്ങളൊന്നും, ഞാനത് കണ്ടതാ ശരിക്കും. അതിനെപ്പറ്റി ഡിസ്ക്രിപ്ഷൻ അന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു കാശ്മീരി പണ്ഡിറ്റ് പറയുന്നത്. അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. അതൊക്കെ വളരെ ദൗർഭാഗ്യകരമാണ്. ഇതിൽ നിന്ന് അവരെ മാറ്റുക. അപ്പൊ അത് കുറെ പേരത് നല്ല ഹേറ്റഡ് ഒന്നും കൂടി തീ കൊളുത്തി വിടും. അല്ലാതെ ഇപ്പൊ എന്താ ഞാൻ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഏതായാലും ഈ കേരള സ്റ്റോറി എന്ന ഈ സിനിമയിൽ ഒരു യുവതി ബീഫ് കഴിക്കാൻ വിസമ്മതിക്കുന്നു. അവരെ ബലം പ്രയോഗിച്ച് അത് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഒരു ട്രയൽ ആണ് പുറത്തു വന്നിരിക്കുന്നത്. ഇതാണ് വിമർശനങ്ങൾക്ക് കാരണം ആയിട്ടുള്ളത്. അപ്പോൾ അണിയറ പ്രവർത്തകർ ഇതിൻ്റെ കേരളത്തിലേക്ക് വരണം എന്ന് വലിയൊരു വിഭാഗം ആവശ്യപ്പെടുന്നു. ഇവിടുത്തെ യഥാർത്ഥ സാഹചര്യം മനസ്സിലാക്കണം എന്ന് ആവശ്യപ്പെടുന്നു. ഇത് എന്നോടൊപ്പം രഘുനന്ദനൻ തിരുമുല്ലവാരത്തു നിന്ന് കൂടി ചേരുന്നുണ്ട്. ശ്രീ രഘുനന്ദനൻ,
ഹലോ, നമസ്കാരം സാർ. ഈ രഘുനന്ദനുമായി സംസാരിച്ചിട്ട് കുറേ ദിവസമായി അല്ലേ? ആണ്, തീർച്ചയായിട്ടും. അങ്ങയുടെ കമൻ്റൊക്കെ ഞാൻ കാണാറുണ്ട്, പക്ഷേ അങ്ങ് പൊതുവേദിയിലേക്ക് വിളിക്കാറില്ല. അങ്ങ് ഇത് ഞങ്ങളോടൊപ്പം ഉണ്ട് എന്ന്. ഉണ്ട്, തീർച്ചയായിട്ടും എല്ലാ ദിവസവും ഉണ്ട്. ആ, എനിക്ക് പറയാനുള്ളത്, ഞാൻ സിനിമ കണ്ടില്ല എങ്കിലും സിനിമ ഇറങ്ങിയിട്ടില്ല, ഇപ്പൊ ട്രailer മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അല്ല, ഫസ്റ്റ് ഇറങ്ങിയെന്ന് പറയുന്നു, അത് ഞാൻ കണ്ടില്ല. ഫസ്റ്റ് ഏതായാലും മതസൗഹാർദ്ദമായിരിക്കണം നമ്മുടെ നാട് എപ്പോഴും. അത് ഉയർത്തിപ്പിടിക്കേണ്ട ഒരു നാടാണ് നമ്മൾ കേരളം. പ്രത്യേകിച്ച് മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് നമ്മൾ എപ്പോഴും ആ കാര്യത്തിലൊക്കെ മുൻപന്തിയിൽ ഉണ്ടാവേണ്ട ഒരു സ്റ്റേറ്റാണ്. അപ്പം അങ്ങനെയാണ് എൻ്റെ ഒരു അഭിപ്രായം. മതസൗഹാർദ്ദം എപ്പോഴും ഉണ്ടായിരിക്കണം. ഒരു സിനിമയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും ഇതിനൊന്നും ഒരു തടസ്സമാവരുത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഷാജി എന്നോടൊപ്പം ചേരുന്നത് വടകരയിൽ നിന്നാണ്. ശ്രീ ഷാജി. അതെ, യെസ്. ഷാജി, ഈ ട്രailer കണ്ടപ്പോൾ എന്താണ് തോന്നുന്നത്? ഈ വിദ്വേഷത്തിൻ്റെ ഒരു സന്ദേശം പ്രചരിപ്പിക്കുന്നു എന്നാണോ തോന്നിയത്, അതോ രാജ്യം നേരിടുന്ന ഒരു അപകടത്തെക്കുറിച്ച് ഒരു അലേർട്ട് നൽകുന്ന ഒരു സിനിമ എന്നാണോ ഷാജിക്ക് തോന്നിയത്? തീർച്ചയായും ഇത് നാടിന് ആപത്കരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. അതായത് നമ്മൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വിഷയമല്ല, പക്ഷേ ഉത്തരേന്ത്യയിലും ആ ഭാഗങ്ങളിലും കേരളം ഇങ്ങനെയൊരു സിറ്റുവേഷനിലെ സ്ഥലമാണ് എന്നുള്ളൊരു ധാരണ സാധാരണക്കാരിലെങ്കിലും ഉണ്ടാവും. ആ രീതിയിലാണ് ഈ ഒരു ട്രെയിലർ വരുന്നത്. അതിനെ നമ്മൾ ഈ കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല. കാരണം കേരളത്തിന്റെ അവസ്ഥയും കേരളത്തിലെ സിറ്റുവേഷനും കേരളത്തിലെ ജനങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ആ സമയത്ത് നമ്മൾ ഇതേപോലുള്ള ഇത്തരം വിദ്വേഷ പ്രചാരകമായ ഇത്തരം ഒരു ട്രെയിലറോ ആ സിനിമയോ നമ്മൾ ബോയ്ക്കോട്ട് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. അത് ബഹിഷ്കരിക്കുക ചെയ്യണം. ബഹിഷ്കരിക്കേണ്ട ഒരു ചിത്രം തന്നെയാണ് ഇത്. ഇത് നാട്ടിൽ സ്പർദ്ധ വളർത്തി ഉണ്ടാവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്നു. ഇതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, പക്ഷേ ഇതിൻ്റെ സംവിധായകൻ നിർമ്മാതാവും ഒക്കെ പറയുന്നൊരു കാര്യം, ഇത് ഒരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവമാണ്. ആളുകളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഇത് നമ്മുടെ നാട്ടിലുണ്ട്. ഇതിനെതിരെ ജാഗ്രത പുലർത്താൻ ആളുകളെ നിർദ്ദേശിക്കുന്ന ഒരു പോസിറ്റീവ് സിനിമയാണ് എന്ന അവരുടെ അഭിപ്രായത്തോട് താങ്കൾ എങ്ങനെ ഇതിനെ നോക്കിക്കാണും? ഇത് കേരള സ്റ്റോറി എന്ന് വെച്ച് കേരളത്തിൽ എവിടെയെങ്കിലും നടന്ന ഒരു സ്റ്റോറിയാണോ ഇത്? അല്ല, ഇത് അവരുടെ മനോമുഖത്തിൽ ഉണ്ടായ കൊണ്ടുപോയിട്ടുണ്ട്. അവർ പറഞ്ഞ 3000-ഓളം ഒന്നും ഇല്ലെങ്കിലും 1-2 പേരൊക്കെ ഇതുപോലെ മതപരിവർത്തനം ചെയ്ത് ഉണ്ടാവാം, ഇല്ല എന്ന് പറയുന്നില്ല, അതിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇത് കേരളത്തിൽ സംഭവിക്കുന്ന ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും കേരളത്തിൽ സംഭവിക്കുന്നതാണോ? അല്ല. നമുക്ക് വിദ്യാഭ്യാസമുണ്ട്, നമുക്ക് അതിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട്. പക്ഷേ വിദ്യാഭ്യാസത്തിൽ കുറവുള്ള ഉത്തരേന്ത്യക്കാർക്കോ ഇത് കാണുന്ന മറ്റുള്ള ഉത്തരേന്ത്യയിലുള്ള ജീവിക്കുന്ന ജനങ്ങൾക്കോ ഇതൊരു പക്ഷേ കേരളത്തിൽ നടക്കുന്നു എന്ന് തോന്നിയേക്കാം. അതിനെ നമുക്ക് വിമർശിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നമ്മൾ കേരളത്തെ സംബന്ധിച്ചോളം ഇതൊരു വിഷയമേ അല്ല. ഇതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തേണ്ട ഒരു ഫിലിം തന്നെയാണെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ സന്തോഷ് കുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ്. ചാരുമൂട്ടുന്നാണ്. സന്തോഷ്. ഹലോ. ശ്രീ സന്തോഷ് കുമാറിന് എന്ത് തോന്നുന്നു? ഇത്തരം ഒരു ചിത്രം പുറത്തിറങ്ങുമ്പോൾ അത് നമ്മുടെ സോഷ്യൽ ഫാബ്രിക്കിനെ, നമ്മുടെ ഒരു സാമൂഹിക ഐക്യത്തെ തകർക്കുമെന്നാണോ തോന്നുന്നത്? അതോ ഇത് എല്ലാ വിഭാഗം ആളുകളും ഇത്തരം പ്രശ്നങ്ങളിൽ കുടുങ്ങാതെ രക്ഷപ്പെടുക, അല്ലെങ്കിൽ അത്തരം പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ ബോധവാന്മാരാകുക എന്ന സന്ദേശമാണോ നൽകുന്നത്? എന്താണ് സന്തോഷ് കുമാറിന് തോന്നുന്നു? ഇത്തരം സിനിമകൾ നമ്മുടെ നാട്ടിൽ എടുക്കുന്നത് സന്തോഷ് കേൾക്കാം. നമ്മുടെ രാജ്യത്ത് ചില വിഭാഗങ്ങൾക്ക് മാത്രം ഇത്തരം സിനിമകൾ എടുക്കാം. പക്ഷേ നമ്മുടെ മൃഗങ്ങൾക്കോ അല്ലെന്നവർക്ക് സീതയുടെ നാമം ഇടുന്നു, അങ്ങനെ ഇടുന്നു, എങ്കിൽ ഏതെങ്കിലും പുരാണങ്ങളിൽ ഇതിഹാസങ്ങളിലും ഒക്കെ ഉള്ള ആൾക്കാരുടെ പേര് ഒരു പടത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ വരുന്നു. ഇപ്പോൾ സുരേഷ് ഗോപി വരെ അഭിനയിച്ച സിനിമ വരെ നമ്മളെ ഇവിടെ റിലീസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായി. അപ്പം പിന്നെ ഇപ്പം എനിക്ക് വിജയുടെ പടം നമ്മളിപ്പോൾ സെൻസർ ബോർഡ് പിടിച്ചു വച്ചിരിക്കും. അങ്ങനെ നിരവധി സംഭവങ്ങൾ നടക്കുന്നു. ഒരു പ്രത്യേക വിഭാഗത്തിന് മാത്രം ആനുകൂല്യങ്ങളും കൊടുക്കുന്നു. അതായത് മുസ്ലിങ്ങളെ എങ്ങനെ ഉയർത്തി കാണിക്കാം, ഹിന്ദുക്കളെ എങ്ങനെ ഉയർത്തി കാണിക്കാം, ഇങ്ങനെയൊക്കെയുള്ള ഒരു വേർതിരിക്കുന്ന ഒരു രീതിയിൽ സിനിമയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സെൻസർ ബോർഡ് ഇന്ത്യയിൽ തന്നെ അവാർഡ് കൊടുക്കുന്നത് തന്നെ, ദേശീയ അവാർഡ് കൊടുക്കുന്ന രീതി എന്തുവാ, മാനദണ്ഡം എന്തുവാ? ഇത്തരം പരിപാടികളാണ് നമ്മുടെ രാജ്യത്ത് നടത്തുന്നത്. നമ്മളെ എങ്ങനെ കേരളത്തെ ഉയർത്തി കാണിക്കാം എന്നുള്ളതാണ് ഇതിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അജിത്ത് എന്നോടൊപ്പം ചേരുന്നു ചേർത്തലയിൽ നിന്ന്. ശ്രീ അജിത്ത്. നമസ്കാരം. നമസ്കാരം. ശ്രീ അജിത്തിന് എന്ത് തോന്നുന്നു? ഇത് ദി കേരള സ്റ്റോറിക്ക് ചില 2 അവാർഡൊക്കെ കഴിഞ്ഞ തവണ കിട്ടി അല്ലേ? സുദീപ് തോസന് കിട്ടി, സിനിമാറ്റോഗ്രാഫിക്ക് കിട്ടി. സുദീപ് തോസൻ അതിൻ്റെ സംവിധായകനായിരുന്നു. ഇപ്പോൾ ബിയോണ്ട് കേരള സ്റ്റോറി എന്ന പുതിയ ചിത്രം വരുന്നു.
അതിൻ്റെ സംവിധായകൻ കാമാഖ്യ നാരായൺ സിംഗ് ആണ്. അദ്ദേഹം ഇതിൻ്റെ പുതിയ അതായത് 2ാം വർഷൻ്റെ സംവിധായകൻ എന്ന നിലയിലാണ് വരുന്നത്. പുതിയ താരങ്ങൾ വരുന്നു, ഉൽക്ക ഗുപ്ത വരുന്നു, അതിഥി ഭാട്ടിയ വരുന്നു, ഐശ്വര്യ ഓജ വരുന്നു. ഇങ്ങനെയുള്ള ആളുകൾ സിനിമയിൽ നായികമാരായി എത്തുന്നു. അപ്പോൾ ഇത് കേരളത്തിൽ ഇത്തവണ എന്ത് പ്രതിഫലനം സൃഷ്ടിക്കും എന്നാണ് ശ്രീ അജിത്ത് കരുതുന്നത്? അല്ല, കേരളത്തില് മാത്രമല്ല, നമ്മുടെ പൊതുസമൂഹത്തില് ഇപ്പൊ ഇന്ത്യയിലാണെങ്കിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലൊക്കെ ഇതേപോലെ ഇഷ്യൂസ് വരാറുണ്ട്. പക്ഷെ കേരളത്തില് നമ്മള് കേൾക്കുന്നില്ല, ഓഡിയോ അപ്പോ കേരളത്തില് സ്വാഭാവികമായിട്ടും നമുക്കറിയാം വിദ്യാഭ്യാസമുള്ള ജനവിഭാഗമുള്ളൊരു സംസ്ഥാനമാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നെല്ലും പതിരും തിരിച്ചറിയാൻ കഴിയുന്ന ഒരു ജനങ്ങളുള്ള നാടാണ്. അപ്പൊ അവിടെ ഏതെങ്കിലും ഒരു വിഭാഗത്തിന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള താല്പര്യത്തിന്റെയോ മതപരമായ താല്പര്യത്തിന്റെയോ അടിസ്ഥാനത്തില് സ്വാഭാവികമായിട്ടും ഏതെങ്കിലും ഒരു പടത്തെ നിഷേധിക്കുകയോ അല്ലെങ്കിൽ സ്വീകരിക്കുകയോ ചെയ്യുന്നത് ഭൂഷണമായ ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കലയെ കലയായിട്ട് തന്നെ കാണുക, ആ തരത്തില് മുന്നോട്ട് പോവുക. ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് ഇന്നിപ്പോ വന്നുകൊണ്ടിരിക്കുന്ന ഈ ചാനലിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന ന്യൂസ് സിറ്റിയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ട് നമുക്കറിയാം. ഒരു ആശുപത്രിയിൽ ഉണ്ടായിട്ടുള്ളൊരു വിഷയം, ഒരു കുട്ടി മരിക്കാനിടയായ സംഭവം. അപ്പൊ നമ്മുടെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ചും നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണ്. അതായത് നമ്മുടെ സംസ്ഥാനത്ത് സ്വാഭാവികമായിട്ടും നമുക്കറിയാം ആരോഗ്യ മേഖല വെൽ പ്ലാൻഡ് ആണ് എന്നുള്ളതാണ് നമ്മൾ അവകാശപ്പെടുന്നത്. പക്ഷെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പൊ ഇതിനെ പ്രമേയമാക്കിക്കൊണ്ടൊരു സിനിമ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഇതല്ല കേരള സ്റ്റോറി എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കുമോ? ഇല്ല. അതേപോലെ തന്നെ ഒറ്റപ്പെട്ടതോ അല്ലെങ്കിൽ ഒന്നിലധികം വരുന്നതായിട്ടുള്ള പല ഇൻസിഡന്റുകൾ ഈ കഥയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടാവാം. അത് ചിത്രീകരിച്ച് കൊണ്ടുവരുന്നത് കൊണ്ടുണ്ടാകുന്ന ഒരു ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് പൊതുസമൂഹത്തിനൊരു ജാഗ്രത ഉണ്ടാക്കാൻ സാധിക്കും. ഏതെങ്കിലും കുട്ടികൾ അറിയാതെ ഇതുപോലുള്ള സംഭവങ്ങളിലൊക്കെ ഉൾപ്പെടുകയാണെങ്കിൽ പിന്തിരിഞ്ഞ് പോകുന്നതിനുള്ള കാരണം ഉണ്ടാവും. ഇപ്പം മദ്യത്തിന്റെ കാര്യത്തിലാണേലും ഈ പറയുന്ന പോലെ നമ്മൾ നടത്തുന്ന ജനജാഗരണ സന്ദേശങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആ ഒരു സ്പിരിറ്റിൽ കണ്ടാൽ മതി. അല്ലാതെ ഇതിനെ നമ്മൾ ഒരു പൊതുവായ ഒരു ഉദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഷനിൽ എന്നോടൊപ്പം ചേരുന്നത് കണ്ണൂരിൽ നിന്നാണ്. ഷനിൽ കേൾക്കാമോ? ഷനിലിന്റെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നമുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഓക്കെ, സഞ്ജു കൂടി എന്നോടൊപ്പം ചേരുന്നു എറണാകുളത്ത് നിന്ന്. ഹലോ സഞ്ജു എറണാകുളത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? തൃപ്പൂണിത്തറ. സഞ്ജു, ഈ ട്രailer-ൽ നിന്ന് എന്ത് മനസ്സിലാക്കണം കേരള സമൂഹം? സഞ്ജു, ഞാൻ കണ്ടിരുന്നു ഇത് തെരഞ്ഞെടുപ്പ് അടുത്തതിനോടുകൂടി സംഘപരിവാർ സംഘടന ചെയ്യുന്ന ഒരു നെഗറ്റീവ്. ഈ സംഭവം ഒരു മതസ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവര് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സംഭവമായിട്ട് ഇതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ ഒന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ ബീഫ് കഴിക്കുന്നതിൽ എന്തെങ്കിലും പ്രശ്നം ആർക്കെങ്കിലും ഉണ്ട്? എല്ലാരും കഴിക്കുന്നത്. ഇവിടെ ഹിന്ദുക്കളും കഴിക്കും, മുസ്ലിംസും കഴിക്കും, ക്രിസ്ത്യാനികളും കഴിക്കും. ബീഫ് എല്ലാവരും കഴിക്കും. ബീഫ് നിർബന്ധിച്ച് ഇവിടെ ആരും കഴിപ്പിക്കുന്നില്ല. പന്നിയും കഴിക്കും, എല്ലാം കഴിക്കും. അപ്പൊ ഇവര് തെരഞ്ഞെടുപ്പ് അടുത്ത് ഇവര് സംഭവം ഇത് ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന ഒരു സംഭവം. ഇത് കേരളത്തിലൊന്നും ഏശാൻ പോകുന്നില്ല. കേരളത്തിൽ ഇങ്ങനെയുള്ള സംഭവമൊന്നും ഏക്കത്തുമില്ല. അത്ര. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം ജയരാജ് കൂടി ചേരുകയാണ്. ശ്രീ ജയരാജ്. യെസ്. അപ്പോൾ ജയരാജ്, ഇപ്പം എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു വിഷയം, ഇപ്പോൾ ഒരു നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് ഒരാളെ ഇപ്പോൾ NIA അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും തീവ്രവാദ പ്രവർത്തനം രാജ്യത്ത് നടക്കുന്നു എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നു എന്നതിൽ തർക്കമില്ല. ഡോക്ടർമാരുൾപ്പെടെയുള്ള നല്ല വിദ്യാസമ്പന്നരായ ആളുകളെ സ്വാധീനിക്കാൻ ഈ സംഘങ്ങൾ കഴിയുന്നു എന്ന കാര്യത്തിലും തർക്കമില്ല. അപ്പോൾ ഇത് അത്തരം തീവ്രവാദത്തിനെതിരെയുള്ളൊരു സന്ദേശമായി കാണണോ, അതോ ഇത് ഒരു ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയുള്ള ഒരു സംഘടിത നീക്കമായാണോ ഈ സിനിമയെ ശ്രീ ജയരാജ് കാണുന്നത്? നമസ്കാരം സാറേ. നമസ്കാരം. എങ്ങനെയുണ്ട്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഓക്കെ അല്ലേ? യെസ്. ഓക്കെ. അപ്പൊ നമ്മുടെ ചോദ്യം അത് നമ്മള് ഈ കേരള സ്റ്റോറി ഇവിടെ മുമ്പ് വന്നു പോയൊരു, കേരളത്തിൽ വന്നിട്ട് നിലം തൊടാതെ പോയൊരു സാധനമാണ്. പക്ഷെ അത് കേന്ദ്രത്തിൽ ചെന്നപ്പോൾ അതിന് അവാർഡ് കൂടെ കിട്ടും നമ്മൾ കണ്ടതാണ്. നമ്മൾ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഒരു അവസ്ഥയായിരുന്നു അന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സിനിമയിൽ കൂടി ഇപ്പൊ നമുക്ക് ഒരു ഇരട്ട നീതിയല്ലേ സാറേ നമുക്ക് ഇവിടെ നടക്കുന്നത്?
നമുക്കറിയാം ഒരു ജാനകി എന്നൊരു ഒരു സിനിമയ്ക്ക് പേരിട്ട് കഴിഞ്ഞാൽ അതിനെ സെൻസർ ബോർഡ് കട്ട് ചെയ്യുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട് ഇല്ലേ? അതുപോലെ ഇപ്പൊ നമ്മുടെ തമിഴ്നാട്ടിലെ സൂപ്പർ സ്റ്റാർ വിജയിന്റെ പടം വെട്ടിയിരിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? കോടികൾ മുടക്കിയുള്ള ബിസിനസ്സാണ്. അപ്പൊ രണ്ട് ഇരട്ട നീതികളാണ്. ഈ കാര്യങ്ങളൊന്നും ഈ സെൻസർ ബോർഡ് ഒന്നും കാണുന്നില്ലയോ? ഒരു കാഴ്ചപ്പാടാണോ സാറേ? അല്ലെങ്കിൽ വേറെ മതവിഭാഗങ്ങൾ ഇവിടെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ, എന്താ ആ മേഖലയിലേക്ക് ഈ കാര്യങ്ങൾ എടുക്കാത്ത എന്താ? അല്ലെന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു വിഭാഗത്തിനെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് കേരളത്തിൽ അതൊന്നും നടക്കില്ല. കേരളത്തിൽ ഇവിടെ നമ്മുടെ മതനിരപേക്ഷ ശക്തികൾ ഒറ്റക്കെട്ടായി നിൽക്കുന്ന കാരണം ഇവിടെ അതൊന്നും ഏശില്ല. പക്ഷേ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഇതല്ല അവസ്ഥകളെ. ഇപ്പൊ നമുക്കറിയാം, ഒരു 3-4 കൊല്ലം മുമ്പ് ആട്ടിറച്ചി ഫ്രിഡ്ജിൽ വെച്ചതിന്റെ പേരിൽ ഒരു മനുഷ്യനെ പച്ചയ്ക്ക് തല്ലിക്കൊന്നു. എന്തിന്റെ പേരില? അപ്പം ഇവർക്ക് ഇത് കാണുന്നത് ഒരു ഭക്ഷണമാണെങ്കിലും ഡ്രസ്സാണെങ്കിലും അവന്റെ ജീവിത നിലവാരമാണെങ്കിലും ഒക്കെ ഒരു ജാതീയ അടിസ്ഥാനത്തിൽ കാണുന്നതിന്റെ ഒരു പ്രശ്നങ്ങളാണിത്. ഇപ്പൊ നമുക്കറിയാം, ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ മാംസം കയറ്റുമതി ചെയ്യുന്നത് സവർണ മേധാവിത്വമല്ലേ അല്ലേ? അവരുടെ ആൾക്കാരല്ലേ? എന്നാൽ അതിന്റെ തൊലി ഒരു പാവപ്പെട്ട ഒരു മുസ്ലിം എടുത്ത് അത് കച്ചവടം ചെയ്ത് അവന്റെ ഉപജീവന മാർഗം നേടാൻ തുടങ്ങിയാൽ അവനെ അപ്പം അടിച്ചു കൊല്ലുക. ഇതൊരു ഇരട്ട നീതിയല്ലേ സാറേ? യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എന്നോടൊപ്പം യൂട്യൂബിൽ ചേർന്നിട്ടുണ്ട്. ഐ ഫെൽ ദ ബീഫ് സീൻ ഈസ് എ ട്രോൾ മെറ്റീരിയൽ ആൻഡ് നോട്ട് എ ഡിബേറ്റ് മെറ്റീരിയൽ എന്നാണ് സെബീന എന്നോട് പറയുന്നത്. യെസ്, അത് ഏതായാലും ട്രോളുകളിൽ വലിയ തോതിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ബിജു എന്നോടൊപ്പം ചേരുന്നത് കാച്ചാണിയിൽ നിന്നാണ് അല്ലേ ബിജു? യെസ് ബിജു, ഇത് കേരളത്തെ വിഭജിക്കും എന്ന് പറയേണ്ടതുണ്ടോ ഇത്തരം സിനിമാ സന്ദർഭങ്ങൾ? അതോ ഇത് ചില മറ്റൊരു പ്രേക്ഷകൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ചില സമൂഹത്തിലെ ചില ആളുകളെ ഒന്ന് ജാഗരൂകരാക്കി ഇരിക്കാൻ വേണ്ടി മാത്രം നിർദ്ദേശിക്കുന്നതായി തോന്നുന്നു? എന്തു തോന്നുന്നു ശ്രീ ബിജുവിന്? അല്ല, സിനിമകൾ ഒരു തരത്തിലും സമൂഹത്തെ വേർതിരിക്കുമെന്ന് അഭിപ്രായം എനിക്കില്ല. കാരണം സിനിമകൾ എന്നും ഒരു മനുഷ്യന്റെ അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിന് വേണ്ടി മാത്രം കാണുന്ന, അല്ലെങ്കിൽ ആ 2.5 മണിക്കൂർ കാണുക, കുറച്ച് വിവരവും വിജ്ഞാനവും കുറച്ച് നമ്മളെ സമയത്തെ ഒന്ന് നമ്മളെ മനസ്സിനെ ഒന്ന് ശാന്തതാക്കാനൊക്കെ ചെയ്യുന്ന ഒരു ഉപാധി മാർഗം മാത്രമാണ്. അതിന് മുമ്പ് ഇവിടെ ഈ സാധനം വന്നിട്ടില്ലേ? കേരള സ്റ്റോറി 1 വന്നിട്ടുണ്ട്, ഇപ്പൊ 2 വരുന്നു. ഇതൊക്കെ അവര് അതിൻ്റെതായ രീതിയിൽ അത് കാണാൻ വേണ്ടി പ്രത്യേക ഒരു ആൾക്കാർക്ക് വേണ്ടി മാത്രം അവരുണ്ടാക്കുന്നതാണ് ഈ സാധനം. ഇത് കാണുന്നവർ എത്ര പേരുണ്ടെന്ന് നമുക്കിപ്പോൾ കേരളത്തിൽ ഇങ്ങനൊരു സിനിമ ഉണ്ടാകണമെങ്കിൽ കേരളത്തിൽ നിന്നുകൊണ്ട് ഈ സിനിമ പറയണ്ടേ കഥ? കേരളത്തിനകത്ത് ചിത്രീകരിക്കണം, കേരളത്തിനകത്തുള്ള ഒരു ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ കേരളത്തിൽ ഉൾപ്പെടുത്തി, കേരളത്തിലുള്ള നടീനടന്മാർ എത്രയോ പേരുണ്ട്, അവരാരെങ്കിലും ഉൾപ്പെടുത്തിയൊക്കെ ചെയ്തു. ഇതൊന്നുമല്ല, ഇത് രാഷ്ട്രീയപരമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവരുന്നൊരു സാധനം തന്നെയാണ്. അടുത്ത വേറൊരു സാധനം വന്നിട്ടില്ലേ? വീണ്ടും ശബരിമല വീണ്ടും എടുത്ത് വച്ചിരിക്കുകയാണ് ഫ്രണ്ടില്. അത് സുപ്രീം കോടതി വീണ്ടും അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം ഏത് രീതിയിലാണ് വന്നത് അതേ രീതിയിൽ സാധനം വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. അപ്പൊ നമ്മൾ ആ രീതിയിൽ സിനിമയെ ആ രീതിയിൽ കാണുക. ഇതിന് പ്രത്യേക ഒരു സംഘപരിവാർ സംഘടനകൾക്ക് ഇത്രയും പ്രത്യേക ഒരു രീതിയുണ്ട്. ആ രീതിയിലാണ് ഇങ്ങനെ വരുന്നത്. അതിങ്ങനെ 1, 2, 3 ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പല രീതിയിൽ ഇങ്ങനെ കേരളത്തെ എങ്ങനെ എഴുത്തി കാണിക്കുക, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾ അത്തരക്കാരാണെന്ന് അവിടെ അറിയിക്കുകയാണ്. നമ്മളോട് പറയുകയല്ല. നമ്മളോട് പറഞ്ഞാൽ അത് മറുപടി തിരിച്ച് അപ്പോഴേ തന്നെ ഉണ്ടാവും. ഇത് ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. അത് എത്രത്തോളം വിജയിക്കുമെന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ഗോപകുമാർ കൂടി എന്നോടൊപ്പം ചേരുകയാണ് പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാറിലേക്ക് ഞാൻ വരാം. അപ്പോൾ അതിനു മുമ്പേ എനിക്ക് സഫീന എന്നോട് ചോദിക്കുന്നു, വേർ ഇൻ കേരള ഈസ് കേരള സ്റ്റോറി 2 എന്ന് ചോദിക്കുന്നു. ഗ്ലാഡിയേറ്റർ എന്നോട് പറയുന്നു, ഗ്ലാഡിയേറ്റർ നമുക്കൊപ്പം ചേർന്നിട്ടുണ്ട്. ശക്തിമാൻ പറയുന്നു സിനിമ വിജയിക്കും എന്നാണ് പറയുന്നത്. ഓക്കെ, അവലും മലരും സിനിമ ഉടനെ വരുന്നു എന്ന് ഗ്ലാഡിയേറ്റർ പരിഹസിക്കുന്നുണ്ട്. ഓക്കെ, കേരള പോലീസ് ഈസ് ഡൂയിങ് ഇനഫ് ആക്ടിവിറ്റീസ് ടു സ്റ്റോപ്പ് ദിസ് ബൈ ഡൂയിങ് നൈറ്റ് ചെക്കിങ് എക്സെട്ര എന്നൊക്കെ ഷിജു പരിഹസിക്കുന്നു. ഓക്കെ, മേ ബി ദി മേക്കേഴ്സ് ആർ നോട്ട് അവെയർ ഓഫ് ദി തിങ്സ് എന്ന് പറയുന്നു. ഷാജി ഭാസ്കർ എന്നോട് പറയുന്നു, ബീഫ് കഴിക്കാൻ വിസമ്മതിച്ച ആളിനെ നിർബന്ധിച്ച് ബീഫ് കഴിക്കുന്നത് എന്നത് അസാധ്യമായ സങ്കല്പമാണ് എന്ന് പറയുന്നു. ബോത്ത് വേസ് പ്രൊഡ്യൂസേഴ്സ് ഗെറ്റ് ബെനിഫിറ്റഡ് ഈദർ ബൈ കൗണ്ടർ ഡിബേറ്റ്സ് ഓർ ബൈ കമ്മ്യൂണൽ ഡിസഗ്രിമെൻറ്റ്സ് എന്ന് എന്നോട് സബീന പറയുന്നു. ഇപ്പോൾ ഏത് തരത്തിലായാലും ഇത് വിവാദമാകുമ്പോൾ ആളുകൾക്ക്
ഇത് കിട്ടും, ഇതിൻ്റെ ഒരു മികവ് കിട്ടും, അല്ലെങ്കിൽ അതിൻ്റെ ഗുണം കിട്ടും എന്നാണ് സബീന ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ശക്തിമാൻ എന്നോട് അജിത്തിന് നമസ്കാരമൊക്കെ പറയുന്നുണ്ട്. ഐ ഫെൽറ്റ് ദ ബീഫ് സീൻ ആസ് എ ടോട്ടൽ ട്രോൾ മെറ്റീരിയൽ ആൻഡ് നോട്ട് എ ഡിബേറ്റ് മെറ്റീരിയൽ എന്ന് പറയുന്നു. ഞാൻ ബീഫ് കഴിക്കാറില്ല എന്നാണ് ശക്തിമാൻ്റെ പ്രഖ്യാപനം. സബീനയാണ് പറയുന്നത് ട്രോൾ മെറ്റീരിയലാണെന്ന്. ഓക്കെ, ദൈവത്തിൻ്റെ പേരിന് അർത്ഥം വരുന്ന പേരിന് സിനിമയിൽ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് സംഘപരിവാർ പറയുന്നതെന്ന് ഷാജി ഭാസ്കർ പറയുന്നു. അങ്ങനെ ഇങ്ങനെ കമൻറ്റുകളുടെ ഒരു നീണ്ട പെരുമഴ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗോപകുമാർ പാലക്കാട് നിന്ന്. ശ്രീ ഗോപകുമാർ, നമസ്കാരം. നമസ്കാരം. ഈ കേരള സ്റ്റോറി കാണുമ്പോൾ ആവശ്യമായ ഒരു ആശങ്കയാണോ അനാവശ്യമായ ഒരു ആശങ്കയാണോ മലയാളിക്ക് ഉണ്ടാകുക? ശ്രീ ഗോപകുമാർ, ഒരു രണ്ട് തരത്തിൽ അതിനെ വിലയിരുത്താൻ പറ്റും. ഒന്ന്, കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വകയിൽ നോക്കുകയാണെങ്കിൽ ഈ ആചാരങ്ങള് അനുഷ്ഠാനങ്ങൾ പറഞ്ഞമാതിരി തന്നെ അവനവന്റെ ഭക്ഷണ ക്രമീകരണങ്ങൾ അവനവന്റെ ഇഷ്ടപ്രകാരമാണ് കഴിക്കേണ്ടതാണെന്ന് എന്റെ ഒരു അഭിപ്രായം, എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. ബീഫ് കഴിക്കാൻ പറ്റാത്ത ഒരാളെ നമ്മൾ നിർബന്ധിച്ച് ബീഫ് കഴിപ്പിക്കേണ്ട കാര്യമില്ല. അത് നമ്മുടെ കേരളത്തിലും നടക്കില്ല, വേറൊരു നാട്ടിലും നടക്കില്ല. അത് വെറുതെ പറഞ്ഞുണ്ടാക്കുന്നതാ. സിനിമയായിട്ട് കാണുക. ഇതൊരു ട്രോൾ മെറ്റീരിയലായിട്ട് ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും വിമർശിച്ചിട്ട് കുറെ കാരണങ്ങൾ കുറെ അങ്ങോട്ട് പറയാ കുറെ അങ്ങോട്ട് പറയാ അങ്ങനെ പറയാൻ ഒരുപാട് സിനിമകളുണ്ടല്ലോ. ബോംബെ പറഞ്ഞൊരു സിനിമ വന്നിട്ടുണ്ടായിരുന്നു, ഹിന്ദു മുസ്ലിം കല്യാണം കഴിച്ചിട്ട് വമ്പം വിഷയമൊക്കെ ഉണ്ടായതാണ്. അത് ആദ്യം കുറച്ച് എന്തൊക്കെയോ പറഞ്ഞു, എന്തുണ്ടായി? ഒന്നും ഉണ്ടായില്ല. ബോംബെ ഓർമ്മല്ലേ, മനുജിക്ക് ഓർമ്മല്ലേ? ബോംബെ എന്ന് പറഞ്ഞ അരവിന്ദ് സ്വാമിയോ മനീഷ കോരാളി അഭിനയിച്ച സിനിമ. മമ്മൂട്ടിയുടെ ഒരു പടം ഉണ്ടല്ലോ, 1921 ആണ് തോന്നുന്നു എന്റെ ഓർമ്മ. മാപ്പിള ലഹളി ബന്ധപ്പെട്ട ഒരു സിനിമയായിരുന്നു. അതിൽ മുസ്ലിം മാപ്പിള ലഹള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ ഇന്ത്യ സ്വാതന്ത്ര്യത്തിൽ, അതിനെ സംബന്ധിച്ചുള്ള സിനിമയായിരുന്നു. എന്നിട്ട് ആ പടം ഓടിയില്ലേ? അങ്ങനെ സ്വാതന്ത്ര്യത്തിനെ പറ്റിയിട്ട് ഇതിനെ പറ്റിയിട്ട് ഒരുപാട് സിനിമകൾ എന്റർടൈൻമെന്റ് ആയിട്ട് കണ്ടാൽ മതി. ഇതിനെ സിനിമ തിയേറ്ററിലേക്ക് നമ്മൾ പോകുന്നത് എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ടാണ്. അവർ കഷ്ടപ്പെട്ട് പടം എടുക്കുന്നു, ഒരുപാട് പൈസ ചെലവാക്കുന്നു. അതിൽ നല്ലതിനെ നമുക്ക് സ്വീകരിക്കാം, കെട്ടതിനെ ഒഴിവാക്കാം. എന്റെ അഭിപ്രായമാണ് മനുജി പറയുന്നത്, എന്റെ ഒരു അഭിപ്രായം മാത്രമാണ്. ഇപ്പൊ നോക്കൂ, നിങ്ങളുടെ ചാനലിൽ അടിയിൽ എഴുതിക്കൊണ്ടിരിക്കുകയാണ് PFIയുടെ പരിശീലനം, ആയുധ പരിശീലനം മൊയ്തീൻകുട്ടി മലപ്പുറംകാരനാ. മൊയ്തീൻകുട്ടി അത് ഇതിൽ സംബന്ധപ്പെട്ട കാര്യമല്ല, പക്ഷെ എങ്കിലും അതിനൊരു ബന്ധമുണ്ട്. ഞാൻ ഇന്നലെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രധാനമന്ത്രിയുടെ കൂടെ അജിത് ഡോവൽ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അത് ദഹിച്ചിട്ടില്ല. ഇന്നലത്തെ ഇതിൽ ഒരുപാട് ആൾക്കാർ അത് എന്താ അങ്ങനെ പറഞ്ഞ ഗോകുമാറിന് മറവിയുണ്ടോ മനോജിക്ക് ഓർമ്മയില്ലേ? അജിത് ഡോവൽ അങ്ങനെ പ്രധാനമന്ത്രി കാണുന്ന എല്ലാ സ്ഥലത്തും അജിത് ഡോവൽ ഉണ്ടാവലില്ല. ഈ ഒരു സംഭവത്തിന് ഉണ്ടായിരുന്നു. അപ്പൊ എന്താണ് അന്ന് കാന്തപുരം സംസാരിച്ചത് എന്നുള്ളത് നമുക്കറിയില്ല, അവർ രണ്ടാൾക്ക് മാത്രമേ അറിയുള്ളൂ. അതിനുശേഷമാണ് ഇപ്പൊ ഇയാളെ PFIയുടെ ആയുധ പരിശീലകനെ പിടിച്ചിരിക്കുന്ന കൊച്ചിന്ന്. മലപ്പുറംകാരനാണ്, മുസ്ലിമാണ്. പക്ഷെ എല്ലാ മുസ്ലിങ്ങളും മലപ്പുറത്തുള്ള മുസ്ലിങ്ങളും മുഴുവൻ ഈ ഭീകരവാദികളാണ് നമ്മൾ പറയാൻ പറ്റുമോ? സാധിക്കില്ല. അതിലുണ്ട് കുറെ ആൾക്കാർ തെരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്, ഭീകരവാദികളായിട്ടും തീവ്രവാദികളായിട്ടും റിക്രൂട്ട്മെന്റ് ചെയ്യാൻ ആളുണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കുകയല്ല, ഒരുപാട് ആളുണ്ട്. പക്ഷെ എന്ന് വിചാരിച്ച് ഒരാൾ തെരഞ്ഞെടുക്കണോ, അല്ലെങ്കിൽ 10 ആളുണ്ട്, അല്ലെങ്കിൽ 50 ആളുണ്ട്. ഫോർ എക്സാമ്പിൾ 50 ആളുണ്ട് മലപ്പുറം ജില്ലയിൽ പറഞ്ഞു കഴിഞ്ഞാൽ മലപ്പുറം മുഴുവൻ ഭീകരവാദികളുടെ ജില്ലയെന്ന് പറയാൻ പറ്റുമോ? ഞാൻ പറയില്ല, ആർക്കും പറയാനും കഴിയില്ല. പക്ഷെ മലപ്പുറത്തുള്ള ആളാണ് ഈ മൊയ്തീൻകുട്ടി കൊച്ചിയിലെ പിടിച്ചിരിക്കുന്നത്. അതിലിപ്പോ NIA കസ്റ്റഡിയിലാണ്. അപ്പൊ ഈ വക കാര്യങ്ങളൊക്കെ കൂടെ കൂട്ടി ആലോചിക്കുമ്പോഴാണ് ഈ കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞിട്ട് കേരളത്തിലും ഇന്ത്യയിലും മുഴുവൻ എവിടെ അഭിനയിച്ചാലും ഈ പടം ഓടിയാലും യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. അല്ല, അപ്പോൾ ഇതിൽ അങ്ങ് പറഞ്ഞതിൽ ചില വേറെയും ചില പ്രശ്നങ്ങളുണ്ട്. ഇത് വളരെ കൃത്യമായി മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ചിലർ തീവ്രവാദ പ്രവർത്തനങ്ങളിലേക്ക് തിരിയുന്നു. എത്രയോ ഹിന്ദു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തീവ്രവാദത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ പാകിസ്ഥാന് സന്ദേശം കൈമാറുന്നതിൽ എത്രയോ ഹിന്ദുക്കളുടെ പേരുകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഏറ്റവും അടുത്തൊരു വ്ളോഗറുടെ പേര് ഉയർന്നു വന്നില്ലേ? അതുപോലെ സംജോത്ത എക്സ്പ്രസ് ബോംബിംഗ്, മലേഗാവ് ബോംബിംഗ്, ഇങ്ങനെ നൂറുകണക്കിന് സംഭവങ്ങളിൽ ഹൈന്ദവരുടെ പേര് ഉയർന്നു വന്നില്ലേ? അപ്പോൾ എന്താ അങ്ങ് ഒരു മതവിഭാഗത്തെ മാത്രം അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടുമില്ല. അത് എന്റെ അടുത്ത് ഞാൻ വാങ്ങിച്ച തെറ്റാണെന്ന് കൂടി ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. അതായത് ഇന്ന് നടന്നൊരു കാര്യമായതുകൊണ്ട് ഞാൻ അതിനെ പ്രൊജക്ട് ചെയ്ത് കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ അതാ പറഞ്ഞത്. അപ്പോഴും ഞാൻ എന്താ പറഞ്ഞത്, മുസ്ലിം പറഞ്ഞ താമസാരിയായിട്ടുള്ള ആളാണ് ഈ മൊയ്തീൻകുട്ടി എന്ന് വിചാരിക്കാം. നമുക്ക് ചിലപ്പോൾ മൊയ്തീൻകുട്ടി ആയിക്കോളുന്നില്ല, ഹിന്ദു ആയിരിക്കും, മൊയ്തീൻകുട്ടീന് പേര് മാറ്റിയതായിരിക്കാം. ഇപ്പോഴത്തെ ഒരുപാട് ആൾക്കാർ പേര് മാറിയിട്ടും താടി ഷേവ് ചെയ്തിട്ടും പെണ്ണുങ്ങളായിട്ടൊക്കെ വരുന്നുണ്ടെന്നുള്ളത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അതിലും ഇതിലും ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. നല്ല ശ്രദ്ധിക്കണം പറഞ്ഞിട്ട് സെൻട്രൽ മിനിസ്റ്റർ അവിടുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. ഓഫീസുകളിലേക്കൊക്കെ വിവരങ്ങൾ കൊടുക്കണോ, നിങ്ങൾക്ക് ഇതേമാതിരിയുള്ള കാര്യങ്ങൾ ഒരു ഓഫീഷ്യൽ കാര്യങ്ങൾ പുറത്തു വിടരുത്. സ്ത്രീ വേഷങ്ങൾ കെട്ടി നല്ല സുന്ദരിയായ സ്ത്രീകൾ വന്നിട്ട് മനുജി കേട്ടിട്ടുണ്ടാവും, ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കണോ? അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഈ മൊയ്തീൻകുട്ടി ആണോന്ന് ഉറപ്പൊന്നുമില്ല. താടി വെച്ചിട്ട് തലയിൽ തൊപ്പിയിട്ട് പേര് മൊയ്തീൻകുട്ടി എന്ന് അയച്ചാൽ മുസ്ലിം ആയിക്കൊള്ളണമെന്നൊന്നുമില്ല.
രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൽ എല്ലാ വിഭാഗത്തിലെ ആളുകളും ഉണ്ട്. ഇപ്പൊ ജ്യോതി മൽഹോത്ര എന്ന പേര് ഞാൻ ഏറ്റവും ഒടുവിൽ ഹരിയാനയിലാണ് കേട്ടത്. അവര് ഏതായാലും മുസ്ലിം ഒന്നുമല്ല, പക്ഷേ രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ കാര്യങ്ങളിൽ അങ്ങോട്ട് ഷെയർ ചെയ്തു എന്നാണ് പറഞ്ഞു മനസ്സിലാക്കി. ഇപ്പൊ മനോജി ഞാൻ പറയുന്നത് ഈ മൊയ്തീൻകുട്ടിന്ന് പേര് പുറത്ത് വന്നു വെച്ചാലും കൂടി മൂപ്പര് മൊയ്തീൻകുട്ടി ആയിക്കൊള്ളണമെന്നില്ല. ഇതിൽ മകതിരിവ് ഉണ്ടായിരിക്കാം, ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പല തരത്തിൽ പല പേരിൽ പല രീതിയിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പൊ മന്ത്രവാദ സിനിമകൾ ഇറങ്ങുന്നുണ്ട്. മന്ത്രവാദ സിനിമകളിൽ കുറച്ച് ആൾക്കാർ അങ്ങനെ മോഹൻലാലിന്റെ ദൃശ്യം പറഞ്ഞ സിനിമ ഇറങ്ങി. നമ്മുടെ നാട്ടില് എല്ലാവരും ആളെ വെട്ടിക്കൊന്നിട്ട് അല്ലെങ്കിൽ മരണപ്പെടുത്തിയിട്ട് കുഴിച്ചിടുന്നുണ്ടോ? സിനിമ കണ്ടിട്ട് ഞാൻ അതായതാണ് ചില ഭാഗങ്ങളിൽ ചിലത് വളരെ റയറായിട്ട് നടക്കുന്ന സംഭവങ്ങൾ മാത്രമാണ് അതൊക്കെ. ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ജിൻസൺ എന്നോടൊപ്പം ചേരുന്നത് കോഴിക്കോട് നിന്നാണ്. ജിൻസൺ, നമസ്കാരം സർ. ജിൻസൺ ഏത് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളാണ് ജിൻസൺ? ഞാന് മാർക്കറ്റിംഗ് ആണ്, വിദ്യാഭ്യാസ മേഖല CA അതിന്റെ മാർക്കറ്റിംഗ് ആണ്. ശരി. അപ്പൊ സിനിമ ആരാധകരാണോ, സിനിമാ പ്രേമിയാണോ? സിനിമ തിയേറ്ററിൽ പോയി കാണുന്നത് വളരെ കുറവാണ്. മുൻകാലങ്ങൾക്ക് കോളേജ് സമയങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പം പൊതുവെ താല്പര്യം കുറവാണ് തിയേറ്ററിൽ പോയിട്ട് കാണുന്നതിനോട്. പക്ഷെ ഇതിന്റെ സംഗതികൾ വാർത്തയിൽ നമ്മൾ ഇതിന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ വീക്ഷിക്കാറുണ്ട്. ഓക്കെ. അപ്പോൾ ഈ കേരള സ്റ്റോറി 2-ന്റെ ട്രailerകളും ഇത് സംബന്ധിച്ച ട്രോളുകളും ഒരു വലിയ കമ്മ്യൂണൽ സംഘർഷ സാഹചര്യം കേരളത്തിൽ ഉണ്ടാക്കുമോ? ആശങ്ക ഭരിതരായ ഒരു സാഹചര്യം? ഇല്ല, അത് സാറിന് തന്നെ അറിയാലോ, ഇവിടെ ഏറ്റവും സാഹോദര്യത്തില് പോകുന്ന ഒരു നാടാണ്. ഇനി എന്ത് തന്നെ സിനിമ ഇറക്കിയാൽ ഇനി ആദ്യം തന്നെ ഇത് അങ്ങനെ ഉണ്ടെങ്കിൽ ഇതിന് സെൻസർ ബോർഡ് ബാക്കി പല ഇപ്പൊ സമീപകാലത്തുണ്ടായ ഒരുപാട് സിനിമകളിലെ അവർ തടയിട്ടല്ലോ. അപ്പൊ പിന്നെ ഇതിന് എന്തുകൊണ്ട് അവർക്ക് തടയിടാൻ അവർ പോകാത്ത എന്താ? അപ്പൊ സെൻസർ ബോർഡിൽ ചില ആളുകൾ ഇരിക്കുന്നത് നമ്മുടെ കേന്ദ്രവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളായതുകൊണ്ട് അവർക്ക് ഇത് പുറത്തിറങ്ങേണ്ടവരുടെ ആവശ്യമാണ്. അപ്പൊ ഇതിപ്പോ തികച്ചും രാഷ്ട്രീയപരമായ ഒരു സമീപനമായിട്ട് ഇപ്പൊ ഇതിനെ കണ്ടാൽ മതി. ഇതൊന്നും ഇവിടെ കേരളത്തിൽ ചെലവാവില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം എന്താണ് ഓരോരുത്തർ ചെയ്യണമെന്നുള്ളത്. അതിപ്പോ നമുക്ക് ഇനിയിപ്പം അത് നമ്മളിപ്പോ വ്യക്തമാണ് താങ്കളുടെ ഞാൻ വ്യക്തമായി പറയേണ്ട കാര്യമില്ല. നമ്മളടുത്ത് ഇത് ചെലവാവില്ല കേരളത്തിൽ. ബിജോയ് എന്നോടൊപ്പം ചേരുന്നത് തൃശ്ശൂരിൽ നിന്നാണ്. ബിജോയുടെ ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം പറ്റിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ. അപ്പോൾ എന്നോടൊപ്പം ഷാജി ഭാസ്കർ ചേർന്നിട്ടുണ്ട്. ഗോപകുമാർ എന്താണ് ജാനകി എന്ന പേരിനെ എതിർക്കുന്നത് എന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ ഗോപകുമാർ അതിന് സിനിമയായി കണ്ടാൽ മതി എന്നാണല്ലോ പറഞ്ഞത്. അപ്പോൾ സിനിമയായി കാണാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നു. അതോടൊപ്പം തന്നെ ആവിഷ്കാരത്തിന് വേണ്ടി സംസാരിക്കുന്നവർ തന്നെ ഈ സിനിമയെ എതിർക്കുന്നു, ഇരട്ടത്താപ്പ് അല്ലാതെ എന്ന് പറയാൻ എന്ന് ഹരീഷ് എന്നോട് പറയുന്നു. ഞാൻ കുടുംബമായി പോയി സിനിമ കാണുന്നു, പക്ഷേ നാട്ടിൽ റിലീസ് ചെയ്യാൻ ചാൻസ് ഇല്ല എന്ന് പറയുന്നു. ഇപ്പോൾ എന്നോട് ഈ ക്രൈമിന് കമ്മ്യൂണിറ്റി ഇല്ല എന്ന നിലപാട് സ്വീകരിച്ചതിന് എന്നെ ഷിജു അഭിനന്ദിക്കുന്നു. ഓക്കെ. IPST റാങ്ക് ലിസ്റ്റിൽ ഉള്ള ഉദ്യോഗാർത്ഥികളോട് നീതി കാണിക്കുക, നിയമനം റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടത്തുക എന്നൊക്കെ ഉള്ള ഒരു മുദ്രാവാക്യവുമായി എലിസബത്ത് ഫ്രാൻസിസ് എന്നോടൊപ്പം ചേരുന്നുണ്ട്. ഏതായാലും എനിക്കൊരു ചെറിയ ഇടവേള അനിവാര്യമായി വരികയാണ്. ഷോർട്ട് ബ്രേക്ക്. ഞാൻ പെട്ടെന്ന് മടങ്ങിയെത്താം. അവിടെ പൊതുവേദി തുടരുകയാണ്. അപ്പോൾ എന്നോടൊപ്പം ചേരുന്നത് നൗഷാദാണ്. നൗഷാദ് ആലപ്പുഴയിൽ നിന്നാണ് വിളിക്കുന്നത്. നൗഷാദ് ആലപ്പുഴയിൽ എവിടെ നിന്നാണ് വിളിക്കുന്നത്? നൗഷാദ് കേൾക്കാമോ? ഓക്കെ. നൗഷാദ് ടെലിഫോൺ ലൈനിൽ എന്തോ പ്രശ്നം വന്നു. ശിവദാസൻ ബാലരാമപുരത്ത് നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശിവദാസൻ, നമസ്കാരം സാർ. നമസ്കാരം. ഓക്കെ സാർ, എനിക്ക് പറയാനുള്ള കാര്യം, നമ്മൾ ഈ കേരള സ്റ്റോറി ഫിലിമും കൊണ്ടൊന്നും ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല. കാരണം ഒരു ഫിലിം കലാകാരന്റെ സൃഷ്ടിയാണ്, അത് നടന്നോട്ടെ. പക്ഷെ സത്യമുള്ള കാര്യം, കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിലും നല്ല വിദ്യാഭ്യാസമുള്ള ഡോക്ടേഴ്സ്, നല്ല കുടുംബപ്പെട്ട ഒരു ഡോക്ടർമാർ ഭീകര സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. വ്യക്തമാണല്ലോ, നമുക്ക് എവിടുത്തെ മാധ്യമങ്ങൾ കണ്ട കേസാണ്. അതൊരു സത്യമായ കാര്യമാണ്. പക്ഷെ വേറെ ഇന്ത്യ നശിപ്പിക്കാൻ വേണ്ടി മറ്റു രാജ്യത്തിൽ നിന്നുള്ള ഭീകരന്മാർ കൂടി കൂട്ടുകൂടിക്കൊണ്ട് ഇവിടെ നല്ലൊരു ശതമാനം 100 ഭീകരസംഘടന നോക്കുമ്പോൾ 100% ഇവിടെ ക്രിസ്ത്യൻ ഹിന്ദുവിലും ഉണ്ടെങ്കിൽ പോലും അത് പരിപൂർണമായി നല്ല വിദ്യാഭ്യാസ ഡോക്ടർമാരാണ് കുടുംബത്തോടു കൂടി ഇതിൽ പ്രവർത്തിക്കുന്നത്. അത് ചില കാര്യങ്ങളിൽ ചെറിയ പിള്ളേരെ വിളിച്ചുകൊണ്ട് പോയി അത് ലവ് മാരേജ് കഴിച്ചു, വിവാഹം കഴിച്ച് ജീവിക്കുന്നുണ്ട്. എന്റെ മോൻ വിവാഹം കഴിച്ച് മുസ്ലിം കുട്ടിയാണ്, സുഖം ജീവിക്കുന്ന ഒരു മോനും കൊണ്ട് 10-13 വർഷം കൊണ്ട് ഒരു കുഴപ്പമില്ല. നമ്മുടെ 2 വീട്ടുകാർ സഹകരിച്ചാൽ പോകുന്നത്. അത് കേരളം അങ്ങനെയാണ്. പക്ഷെ ഈ സ്റ്റോറി സിനിമ കൊണ്ടുവച്ചുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല.
അത് നമ്മൾ നോക്കുകയും വേണ്ട. ബീഫ് കഴിച്ചാലും ചിക്കൻ കഴിച്ചാലും ഏത് കഴിച്ചാലും അലർജി ഉള്ളത് ചത്തുവും. അത് സത്യമായ ഇപ്പം നമ്മളെ വിഴിഞ്ഞത്ത് കണ്ടില്ലേ ഫുഡ് കഴിച്ച് മരിച്ചത്, അത് അലർജി ഉള്ളതുകൊണ്ടാണ്. അതുകൊണ്ടും നമ്മൾ കേരള സ്റ്റോറി ഫിലിമിനെ പറ്റി നമ്മൾ നോക്കണ്ട, ആ ജനങ്ങൾ തള്ളിക്കളയും. പക്ഷെ സത്യമായ ഒരു സത്യം ഒളിച്ചിരിപ്പുണ്ട്, ആ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സാർ. ഓക്കെ, യെസ്, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ ബിനോയ് എന്നോടൊപ്പം കൊല്ലത്ത് ചേരുകയാണ്. ശ്രീ ബിനോയോട് സംസാരിച്ചിട്ട് കുറേ ദിവസമായി അല്ലേ? നമസ്കാരം. ബിനോയ് തിരക്കിലായിരുന്നോ അതോ ഞാൻ ഇല്ലാത്തതുകൊണ്ടാണോ? ബിനോയ് വിളിക്കാറുണ്ടായിരുന്നു? കുറെ ദിവസം ഇല്ലായിരുന്നു. കിരണുമായിട്ട് ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമായിരുന്നു, കിരണുമായിട്ട് സംസാരിക്കുമായിരുന്നു. അതെ. എന്തുകൊണ്ട് എന്തുവായിരുന്നു? ഞാൻ കുറച്ച് ദിവസം അവധിയിലായിരുന്നു, ഒരു ചികിത്സാ കാരണമൊക്കെ ആയിട്ട് പോയതായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് മടങ്ങിയെത്തി. പക്ഷേ വന്നിട്ട് കുറച്ച് ദിവസമായി, 2-3 ദിവസമായി. പക്ഷേ ഇതുവരെ ബിനോയിയുടെ ശബ്ദം കേട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ബിനോയ് വല്ല തിരക്കിലായിരിക്കും, തെരഞ്ഞെടുപ്പൊക്കെ അടുത്തുകൊണ്ട് അതിൻ്റെയൊക്കെ പ്രചരണ പരിപാടികളിലൊക്കെ ആയിരിക്കും എന്നാണ് വിചാരിച്ചത്. ഏതായാലും പ്രചരണ പരിപാടികളൊക്കെ ഒരു വശത്ത് കൊഴുക്കുമ്പോഴാണ് കേരള സ്റ്റോറിയുടെ 2ാം ഭാഗം വരുന്നത്. ഇതിന് രാഷ്ട്രീയപരമായ ഒരു മാനമുണ്ടോ ബിനോയ്? രാഷ്ട്രീയപരമായ ഒരു മാനവും ഞാൻ കാണുന്നില്ല. പിന്നെ എന്താണ് രാഷ്ട്രീയ മാനമെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. ഇത് ഈ ലോകമുണ്ടായ കാലം മുതൽ പരസ്പരം സ്നേഹിക്കുന്നവർ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ഈ സ്നേഹിക്കുന്നവരൊന്നും മതവും ജാതിയും നോക്കിയല്ല, അതിന് നമ്മൾ വേറെ ഒരു അർത്ഥവും വേറെ പേരും ഒക്കെ കൊടുക്കുന്നത് കൊണ്ട് ചില ആളുകൾ ആ വ്യൂവിൽ കാണുന്നത് കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത്. അല്ലാതെ പുതിയ തലമുറയോട് നമ്മളൊന്നും പറയേണ്ട ആവശ്യമില്ല. അവർക്ക് കൃത്യമായി അറിയാം, അവർ ജാതിയും മതവും ഒന്നും നോക്കാത്ത ആളുകളാ. ഇനി സിനിമ എന്ത് പറയുന്നു, നാടകം എന്ത് പറയുന്നു എന്നുള്ളതല്ല. പഴയ ആളുകൾ ഇപ്പോഴും ജാതിയും മതവും, അവൻ മുസ്ലിമോ ഹിന്ദു മറ്റേ ക്രിസ്ത്യാനി അവള് ക്രിസ്ത്യാനി അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ പുതിയ തലമുറ അതിലൊന്നുമല്ല. അവർ പരസ്പരം ആത്മാർത്ഥമായി പോകുന്നു. കുറെ ആളുകൾ അതിന് വേറെ ഉള്ള പേരുകളും നാമങ്ങളും ഒക്കെ കൊടുക്കുന്നേ ഉള്ളു. അതിനപ്പുറം വേറെ ഒന്നും നമ്മൾ ഈ പൊതുരംഗത്ത് നിൽക്കുമ്പം യുവതികളെയും നമ്മൾ കാണുന്നുണ്ട്. പല കല്യാണങ്ങളും നമ്മൾ ശ്രവിക്കുന്നുണ്ട്. അവരൊക്കെ പറയും ഞങ്ങൾ ഇന്നാൾ ഇഷ്ടപ്പെട്ടു, ഞങ്ങൾ അപ്പം നോക്കില്ല, അപ്പോൾ ഞങ്ങൾക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ അവരെ ചെയ്യുന്നതിന് താല്പര്യം ഉണ്ടായിട്ടല്ല, പക്ഷെ അവരിൽ ഒരു വർഗീയപരമായിട്ടൊരു ചിന്തയും തീരുമാനവും ഇല്ലെന്നാണ് എനിക്ക് ഒറ്റ ഒരു ഉത്തരം എനിക്ക് ആദ്യമായി പറയാനുള്ളത്. അത് തന്നെയാണ്. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ എലിസബത്ത് ഫ്രാൻസിസ് എനിക്ക് ഈ LPST റാങ്ക് ലിസ്റ്റിലുള്ള ഉദ്യോഗാർത്ഥികളോട് നീതി കാണിക്കണം എന്നാവശ്യപ്പെട്ടൊരു മെസ്സേജ് അയക്കുന്നുണ്ട്. നിയമനം റാങ്ക് ലിസ്റ്റിൽ നിന്ന് നടത്തണം, ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ LPST എന്ന് വെച്ചാൽ ഞാൻ വിചാരിക്കുന്നത് ലോവർ പ്രൈമറി സ്കൂൾ ടീച്ചേഴ്സിനെ കുറിച്ചായിരിക്കും ഇവിടെ പരാമർശിക്കുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും എലിസബത്ത് ഫ്രാൻസിസ് അങ്ങനെ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഏതായാലും ഉദ്യോഗാർത്ഥികളോട് നീതി കാണിക്കേണ്ടത് ഒരു അത്യാവശ്യമാണ്. ഇന്നത്തെ കാലത്ത് ആളുകൾ ഒരു ജോലിക്ക് വേണ്ടി അത്രമാത്രം ആഗ്രഹിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. ഏതായാലും അതാണ് ഒരു പ്രതികരണമായി വന്നിരിക്കുന്നത്. അപ്പോൾ ശ്രീ ദാസൻ കണ്ണൂരിൽ നിന്ന് എന്നോടൊപ്പം ചേരുന്നു. ശ്രീ ദാസനെയും കണ്ടിട്ട് അല്ലെങ്കിൽ സംസാരിച്ചിട്ട് ശ്രീ ദാസനോട് ഡിസംബർ 31 നമ്മളെ തമ്മിൽ വർത്താൻ പറഞ്ഞ അതെ, കഴിഞ്ഞ വർഷമാണ് നമ്മൾ സംസാരിച്ചത് അല്ലേ? ഏറ്റവും ലാസ്റ്റ് കോളറായിരുന്നു ഞാൻ. അപ്പോൾ അടുത്ത വർഷം എന്നോട് സംസാരിക്കാം എന്ന് പറഞ്ഞു പോയി. പക്ഷേ 2 മാസം ആകാറായി. ഞാൻ കുറച്ച് തിരക്കായിരുന്നു മനു. ഞാൻ കുറച്ച് കാലങ്ങളായിട്ട് ഈ പരിപാടികളും കണ്ടില്ല. എനിക്ക് ജോലി സംബന്ധമായിട്ട് കുറച്ച് വൈകിട്ട് വരെ ജോലി ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കാണാനും പറ്റിയില്ല. മനുവിന് സുഖമായിട്ടിരിക്കുന്നു അല്ലേ? അതെ, സുഖമായിരിക്കുന്നു, സന്തോഷമായിരിക്കുന്നു. ഏതായാലും ഞങ്ങളെ മറന്നില്ലല്ലോ എന്ന് കാണുമ്പോ നമ്മളെ ഒരിക്കലും മറക്കുമല്ലോ. നമുക്കൊരു ആത്മബന്ധം വന്നു പോയില്ലേ? അതെ, പിന്നെ നമ്മൾ ഒരിക്കലും മറക്കില്ല. പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ നമ്മൾ ഇതിന് പറയാനുള്ളത്, നമ്മുടെ കോട്ടയം കുമാരൻ ഒരു മിഞ്ഞാന്ന സംഭവം നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ടിവിയിലൊക്കെ. എനിക്ക് വളരെ വളരെ സന്തോഷം തോന്നി. കാരണം ഒരു ഹിന്ദു സ്ത്രീ 62 വയസ്സുള്ള സ്ത്രീ മരിച്ചപ്പോ മുസ്ലിങ്ങളെ മദ്രസ അവർ തുറന്നു കൊടുക്കണം, ഇങ്ങനെ 5 വർഷത്തിന് വെക്കാൻ വേണ്ടിട്ട്. അത് മാത്രമല്ല അവരെ ശ്രീരാമനാമ ജപം ഈ മദ്രസയുടെ ഉള്ളിൽ നിന്ന് മുഴങ്ങുക. അതൊക്കെ ഈ നാട്ടിൽ ഞാൻ ആ വാർത്ത കേട്ടപ്പോ കുറെ കാലം കൂടി തന്നെ മനസ്സിലൊരു കുളിർമേണ്ടായ വാർത്തയാണ്. അപ്പൊ അത്രയും വാർത്ത നമ്മൾ നാളെ കേൾക്കട്ടെ. മതപുരോഹിതന്മാര് എപ്പോഴും ഇങ്ങനെ ഉദ്ഘോഷിക്കട്ടെ, ഒച്ചത്തിൽ തന്നെ ആൾക്കാർ കേൾക്കെ. കാര്യം ഇത്തരം സിനിമക്കാർ ഒന്ന് മനസ്സിലാക്കണോ, നാട്ടില് കലാപം ഉണ്ടാകുന്ന രീതിയിൽ ഇത്തരം പടങ്ങൾ പറിച്ചു വിടാതിരിക്കുക. അങ്ങനെ പണത്തിന്റെ ആർത്തി കൊണ്ട് നമ്മൾ കുറച്ച് ഒതുങ്ങി നിൽക്കുക. കാര്യം നാട്ടില് കലാപം ഇല്ലാതിരിക്കട്ടെ. കുറെ ആയി സമയം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. അപ്പോൾ അതാണ്. ശാന്ത എന്നോടൊപ്പം ചേരുന്നത് നെയ്യാറ്റിൻകരയിൽ നിന്നാണ്. ശ്രീമതി ശാന്ത. ഹലോ, നമസ്കാരം സാർ. നമസ്കാരം. ശ്രീമതി ശാന്ത ഈ സിനിമയൊക്കെ ധാരാളം കാണുന്നയാളാണോ? ഞാൻ സിനിമ ഏതാണ്ട് എന്റെ ഓർമ്മ വെച്ച കാലം മുതൽ ഞാൻ തിയേറ്ററിലൊക്കെ പോയി കണ്ടിട്ടില്ലെങ്കിൽ എന്റെ കല്യാണം കഴിഞ്ഞ ശേഷം ഞങ്ങൾ വീട്ടിലൊക്കെ ഇരുന്ന് കാണും, തിയേറ്ററിലും പോയി കാണുമ്പോൾ ഞങ്ങൾ പുറത്തും കാണും, ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴും കാണും. കല്യാണം കഴിച്ചതിന് ശേഷമാണ്
സിനിമ കൂടുതൽ കാണാൻ തുടങ്ങിയത് അല്ലേ? കല്യാണം കഴിച്ചതിന് ശേഷമാണ് ഞാൻ കണ്ടത്. ഞാൻ ആദ്യമായിട്ട് സിനിമ കാണുന്നത് സ്വാമി അയ്യപ്പൻ സിനിമയാണ്. കുഞ്ഞുനാളിലെ എന്റെ 10 വയസ്സിൽ കാണുന്നത്. ആരാണ് സിനിമയ്ക്ക് ആരോടൊപ്പമാണ് പോകുന്നത്? ഭർത്താവിനോടൊപ്പമാണ് പ്രധാനമായും. ഭർത്താവിനോടൊപ്പം പോകും. ഞാൻ ചോദിച്ചു. കല്യാണം കഴിച്ച് 3-3.5 വർഷമൊന്നും സിനിമയ്ക്കൊന്നും പോകത്തില്ലായിരുന്നു. ഹസ്ബൻഡ് പുറത്തായതുകൊണ്ട് പോകത്തില്ലായിരുന്നു. പുള്ളിക്കാരൻ ലീവിന് വരുമ്പോൾ കൊണ്ടുപോകാറുണ്ട്. പിന്നെ ആങ്ങളമാരൊക്കെ വരുമ്പോ ആങ്ങളമാരെ ഭാര്യമാരെ കൂട്ടത്തൊക്കെ പോകാറുണ്ട്. അപ്പൊ ഞാൻ ചോദിക്കുന്നത്, ഈ കേരള സ്റ്റോറി പോലത്തെ സിനിമകൾ ശ്രീ ശാന്ത ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്താണ് കാണുമ്പോൾ സാറേ, സിനിമ എന്ന് പറയുന്നത് എന്റെ അഭിപ്രായത്തിൽ സിനിമ എന്ന് പറയുന്നത് എല്ലാ സിനിമയും നല്ല സിനിമയാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മളൊരു ഭക്ഷണം ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ആ ഭക്ഷണം നമ്മൾ കൊള്ളാമെങ്കിൽ കളയും, കൊള്ളാത്തത് നമ്മൾ കളയും, ഇല്ലയോ? നമ്മൾ കളയും. അപ്പൊ നമ്മൾ ഈ സിനിമയുടെ പേരും പറഞ്ഞിട്ട് അവര് എത്രയോ കോടികൾ ചെലവാക്കി അവര് കൊണ്ടുവരുന്ന ഒരു സിനിമയാണ്. നമുക്ക് വേണ്ടാത്ത ഭാഗം അവർ കട്ട് ചെയ്യുന്നുണ്ട്, നമുക്ക് വേണ്ടാത്ത ഭാഗം നമ്മൾ കാണണ്ട. പക്ഷെ ആ പേരും പറഞ്ഞ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഈ ജാതി മതങ്ങള് നമ്മളെ കേരളത്തിലുള്ള ജനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരും, റിലീവ് ചെയ്ത്. കാരണം ഇനി കൊണ്ടുവന്ന മറ്റേ ഒരാൾ നേരത്തെ പറഞ്ഞല്ലോ, അത് നമ്മളെ കേരളത്തിൽ നടക്കത്തില്ല. പക്ഷേ ഈ ജാതി മതങ്ങൾ പറയുന്നതിന്റെ മൂല്യം അത് ഉണ്ടാവുന്നത് വെളിരാജ്യത്ത് പോയി ജീവിക്കുന്ന ആൾക്കാർക്കാണ് ഇതിന്റെ കാര്യങ്ങൾ ഉണ്ടാവുന്നത്. ഈ കേരളത്തിൽ കിടക്കുന്ന പറയുന്നവർക്ക് പലതും പറയാം, ഇന്ത്യയിൽ നിന്ന് പറയുന്നവർക്ക് പലതും പറയാം. അന്യ രാജ്യങ്ങളിൽ പോയി ജീവിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, പിന്നെ കുടുംബങ്ങളും കളഞ്ഞിട്ട് പോയി ജീവിക്കുന്നവരുണ്ട്. അവർ ജീവിക്കാൻ വേണ്ടിയൊക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് ദൈവം ഈ മതവും ഹിന്ദു മതം എന്നുള്ളത്, ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ എന്നുള്ള മതം പറയാതെ നമ്മൾ എല്ലാവരും മനുഷ്യനെ ഒന്നായി നമ്മൾ കാണുക. പിന്നെ ബീഫ് തിന്നുന്നവരുണ്ട്, തിന്നാത്തവരുണ്ട്. വേണമെങ്കിൽ തിന്നുക, വേണ്ടാത്ത തിന്ന. ഇപ്പം ബീഫ് മുറിച്ച് ഞാൻ ചോദിക്കട്ടെ, ബീഫ് ഇപ്പൊ തിന്നുന്നു, അവരത് കട്ട് ചെയ്തായിരുന്നാ പോലെയാ. അപ്പൊ പിന്നെ മനുഷ്യർ വെച്ച് തിന്നത്തില്ലല്ലോ. അത് കട്ട് ചെയ്ത് ഉണ്ടാക്കി വെക്കുന്നോണ്ടല്ലേ അത് മനുഷ്യൻ വാങ്ങിച്ച് കഴിക്കുന്നത്. ഇപ്പൊ നമ്മൾ നിബന്ധന കൊണ്ടുവന്നെന്നും പറഞ്ഞുകൊണ്ട് അവര് കട്ട് ചെയ്യാതിരിക്കുവോ? അവർ വെക്കാണ്ടിരിക്കുവോ? അപ്പൊ മദ്യം തന്നെ ആൾക്കാർ കുടിക്കുന്നു, കുടിക്കാൻ പാടില്ല, അത് ആരോഗ്യത്തിന് ഹാനികാര്യമാണ്. പിന്നെന്തുവാ, കഞ്ചാവുണ്ട്, മയക്കുമരുന്നുണ്ട്, എല്ലാം ഉണ്ട്. ആദ്യം ഇത് ചെയ്യേണ്ടത്, ഇത് ഉണ്ടാക്കുന്നത് എവിടെയാണ് അവിടെ നമ്മൾ കട്ട് ചെയ്യുക. അല്ലാതെ ഉണ്ടാക്കി മുമ്പ് കൊണ്ട് വെച്ചേച്ച് അത് കഴിക്കരുതെന്ന് പറഞ്ഞ ആരെങ്കിലും ചക്കര കലത്തി കൈയിട്ട് നട്ടാത്തവരുണ്ടോ സാറേ? ശരി, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പൊ എന്നോടൊപ്പം ശരി, കൃത്യമാണ്. ശരി, അപ്പൊ കസ്തൂരി എന്നോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരത്താണ്. കസ്തൂരി, തിരുവനന്തപുരത്ത് എവിടെ നിന്നാണ് വിളിക്കുന്നത്? ഹലോ, തിരുവനന്തപുരത്തു നിന്നാണ് വിളിക്കുന്നത്. ഹലോ, കേൾക്കാം. അത് ഇങ്ങനെ ഈ ഒരു സിനിമ ഇത് റിലീസായതും അത് വന്ന് ഇവിടെ പോകുന്നതും ഒക്കെ നമ്മളിതൊക്കെ ശ്രദ്ധിക്കാതിരുന്നാ പോരെ സാർ? ഇത് എന്തിനാണ് നമ്മളിതൊക്കെ ഒരു ചർച്ചയാകുന്നതും ഡിബേറ്റും ഇങ്ങനെയൊക്കെ? ഇതിന്റെ ഒരു കാര്യമുണ്ട്, ഇത് വരിക പോവുക, ഇത് ആരും ശ്രദ്ധിക്കത്ത പോലുമില്ല. കൂടുതൽ നമ്മൾ ഈ ചാനലുകളും മറ്റുള്ളവരും എല്ലാം ഇതിങ്ങനെ ഒരു വിഷയമാക്കുന്നത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആളുകൾ കൂടുതൽ ചിന്തിക്കുന്നതും ഒക്കെ. ഇതൊന്നും സാധാരണക്കാരന് ഇതൊന്നും ഒരു വിഷയമേ അല്ല. നമുക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട് നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്ന ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ഹിന്ദു മുസ്ലിം എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ഈ ഇട്ടാവട്ടത്ത് കിടക്കുന്നതുകൊണ്ടാണ് നമുക്കിതൊക്കെ വലിയ ഇഷ്യൂ ആകുന്നത്. ഇതൊന്നും അത്ര കാര്യമില്ല. നമ്മൾ ഈ ഭരണകൂടങ്ങളായാലും എല്ലാവരും ജാതി മതം ഇതൊക്കെ പറഞ്ഞ് തമ്മിലടിച്ച് എന്തിനാണ് ഇങ്ങനെ തല്ലി ഇതാകുന്നത്? നമ്മള് കൃത്യമാണ്. ഓക്കെ, അപ്പോൾ ഏതായാലും ശ്രീമതി കസ്തൂരിയുടെ അഭിപ്രായമാണ് നമ്മൾ കേട്ടത്. അപ്പോൾ എന്നോടൊപ്പം ശ്രീ കൃഷ്ണൻകുട്ടി മണിമല കൂടി ചേരുന്നുണ്ട്. ശ്രീ കൃഷ്ണൻകുട്ടി മണിമല, ഇത് ഇപ്പോൾ ശ്രീമതി കസ്തൂരി പറഞ്ഞ പോലെ ഇത് നമ്മൾ ശ്രദ്ധിച്ചത് കൊണ്ട് ശ്രദ്ധയിൽപ്പെട്ടതാണോ? ഇത് അനാവശ്യമായൊരു പ്രചരണം ഈ സിനിമയ്ക്ക് ഈ ട്രോളുകൾ വഴി കിട്ടിയോ? ആളുകൾ ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യുമ്പോൾ ഈ സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്തുകയാണോ ചെയ്തത്? ഫലത്തിൽ എതിർക്കാൻ ശ്രമിച്ചവർ ഇതിനെ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയാണോ ഉണ്ടായത്? അല്ലല്ലോ, നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് കേരളത്തിനെ എങ്ങനെ അപകീർത്തിപ്പെടുത്താം എന്ന് വിചാരിക്കുന്ന ഒരു കൂട്ടം നമുക്കെതിരെ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. അത് എത്രയോ നാളുകളെ നടക്കുന്ന ഒരു കാര്യമാണ്. അവർ ഏതെല്ലാം രീതി നോക്കിയിട്ടും കേരളത്തിനെ ഒന്ന് കൈപ്പിടിയിൽ ഒതുക്കാൻ അവർക്ക് പറ്റുന്നില്ല. അതാണ് കേരളത്തിലെ സാംസ്കാരിക തനിമ. പ്രബുദ്ധരായ മലയാളികള് ഇതൊന്നും കണ്ട് വിരണ്ടു പോകത്തൊന്നുമില്ല. അവർക്ക് ഇങ്ങനെയുള്ള സിനിമകളൊക്കെ ഉണ്ടാക്കി അത് മറ്റുള്ള ഭാഷകളിൽ കാണിക്കാമായിരിക്കും. കേരളം ഇങ്ങനെയാണ്, മോശമാണ്, ഇവിടെ ഈ മതങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ അല്ലെ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്ന് കേരളത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉപയോഗിക്കാമെന്നുള്ളതല്ലാതെ കേരളീയർക്ക് ഇതൊന്നും സംഭവിക്കില്ല. പിന്നെ ഇങ്ങനെയുള്ള സിനിമകൾ ഇറങ്ങുന്നുണ്ടെന്നുള്ള കാര്യം മലയാളികൾ അറിയുന്നത് കൊണ്ട് മലയാളികൾക്കും അറിയാം നമുക്ക് ശത്രുക്കൾ ഏറെയാണെന്ന്.
അതുകൊണ്ട് മലയാളികൾ ഒന്നടങ്കം ഒറ്റക്കെട്ടായിട്ട് നിന്ന് ഇതുപോലുള്ള കാര്യങ്ങളെ സാംസ്കാരിക തനിമയോടെ എതിർക്കുകയാണ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ ചർച്ച എന്ന് പറയുന്നത് വളരെ ഫലപ്രദമായ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഞാനും ഈ കാര്യം അറിയില്ലായിരുന്നു. ഇപ്പോഴത്തെ ഈ ചർച്ച കാണുമ്പോൾ ഞാൻ അറിയുന്നത് ഈ സാധനം പിന്നെ ഈ അടുത്ത വർഷം അവർ തയ്യാറാക്കി കൊണ്ടുവരുന്നുണ്ടെന്നുള്ള കാര്യം. ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. കേരളത്തിലെ നമ്മൾ എന്തെല്ലാം കണ്ടു. ആദ്യത്തെ സിനിമ ഇറങ്ങിയ കാലത്ത് വിഗതകുമാരൻ ഇറക്കിയ സമയത്ത് അവിടെ ആ സിനിമയിൽ അഭിനയിച്ച ഒരു ദളിത് യുവതിയാണെന്ന് പറഞ്ഞിട്ട് അവരെ നാട്ടിൽ നിന്ന് ഓടിക്കുക, തിയേറ്റർ കത്തിക്കുകയും ചെയ്ത ചരിത്രമുള്ള കാര്യമല്ലേ മലയാളത്തിലുള്ളത്. എന്നിട്ട് എന്തെങ്കിലും സംഭവിച്ചോ? കേരളം മുന്നോട്ടല്ലേ പോയുള്ളൂ. കേരളം മുന്നോട്ടേ പോവുള്ളൂ. കേരളത്തിന്റെ ശത്രുക്കളാണ് കേരള സ്റ്റോറി ഉണ്ടാക്കുന്നത്. അത് കേരള സ്റ്റോറി അല്ല, കേരളത്തിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കുന്ന സ്റ്റോറിയാണെന്നും അത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നും അതുകൊണ്ടൊന്നും കേരളീയർ അവരുടെ വിലയിലൊന്നും വീഴത്തില്ലെന്നും കേരളം മുന്നോട്ട് പോകുന്നു, കേരളത്തിനെ അവർക്ക് ഒരിക്കലും അടിമപ്പെടുത്താൻ കഴിയില്ല എന്നുള്ള ബോധം അവർക്ക് ഇനി ഉണ്ടായി തീരുക എന്നുള്ളതാണ് കാര്യം. അതിന് മലയാളികളല്ല, ഇപ്പൊ പറഞ്ഞ സഹോദരിമാർ ഉൾപ്പെടെയുള്ള മലയാളികള് ഒന്നടങ്കം ഒറ്റക്കെട്ടായി നിന്ന് കഴിഞ്ഞാൽ ഒരു കേരള സ്റ്റോറിയും വിലപ്പോകത്തില്ല. അതാണ് കാര്യം. ഓക്കെ, വ്യക്തമാണ് താങ്കളുടെ അഭിപ്രായം. ഓക്കെ, അപ്പോൾ എന്നോടൊപ്പം റിയാസ് കൂടി ചേരുകയാണ് ആലപ്പുഴയിൽ നിന്ന്. നമസ്കാരം. റിയാസ്, ഇത്തരം സിനിമകളെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന് കൃഷ്ണൻകുട്ടി മണിമല എന്നോട് പറയുന്നു. അതേസമയം മറ്റു ചിലർ പറയുന്നത് ശ്രദ്ധിക്കാതെ വിട്ടിരുന്നെങ്കിൽ അത് അങ്ങനെ അശ്രദ്ധമായി പോയേനെന്ന്. ശ്രീ റിയാസ് ഇതിൽ എവിടെ നിൽക്കുന്നു? ഞാൻ എവിടെ നിൽക്കുന്നു എന്നുള്ളതല്ല പ്രാധാന്യം. ഇതിന്റെ വസ്തുതയൊക്കെ അറിയാമല്ലോ. ന്യൂസ് 18 എന്ന് പറഞ്ഞൊരു ചാനല് ഈ ഇങ്ങനെ ഒരു ചർച്ച നടത്തുമ്പോൾ തന്നെ അറിയാലോ. ന്യൂസ് 18 ഒരു ചെറിയൊരു ഇതുണ്ടാവുമല്ലോ. ന്യൂസ് 18 എന്ന് പറഞ്ഞ ചാനല് ഏത് റൂട്ടിലെ സഞ്ചരിക്കണം എന്ന് ഇവിടുത്തെ സാധാരണക്കാരന്റെ എല്ലാവർക്കും അറിയാം. ഇല്ലേ? ഗാന്ധി ജയന്തിയുടെ അന്ന് ബിഗ് ബോസ് ചർച്ച ചെയ്ത ചാനലാ ന്യൂസ് 18. അറിയാലോ. അപ്പൊ എന്താണ് പിന്നെ ന്യൂസ് 18 ഒരു ഗാന്ധി ജയന്തി എന്നൊക്കെ പറയാം. ഗാന്ധിനെ പോലും അന്നത്തെ ദിവസം വാഴ്ത്തിപ്പെട്ട് ഒരു ചർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യാത്ത ആൾക്കാർ നിങ്ങൾ അന്ന് ബിഗ് ബോസ് ചർച്ച ചെയ്ത ആൾക്കാരാണ്. പിന്നെ ന്യൂസ് 18 ഒക്കെ ചാനലിലും ധർമ്മബോധമൊന്നും ഞാനിപ്പോ വിലയിരുത്തുന്നില്ല. കാരണം ജനങ്ങൾക്ക് അറിയാം, നന്നായിട്ട് അറിയാം ന്യൂസ് 18. അതുകൊണ്ടാണ് ന്യൂസ് 18 ഏതെങ്കിലും ലെവലിൽ എത്തിയത്. പിന്നെ സുഹൃത്തെ, ഞാൻ വിളിച്ചത് നിങ്ങളുടെ ഫോണിലേക്കാ, അല്ല നിങ്ങളുടെ ഫോണിലേക്കാ ഞാൻ പറയാൻ വേണ്ടി വിളിച്ചത്. അല്ല, നിങ്ങൾ പറയുമ്പോൾ അത് എന്നെ കുറിച്ച് പറയുമ്പോൾ എനിക്കതിന് മറുപടി പറയാനുള്ളൊരു അവകാശമില്ലേ? നിങ്ങൾ പറയുന്നത് അല്ലല്ലോ എന്റെ ജോലി. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഒരു ക്യാമറയൊക്കെ തുറന്നു വെച്ച് അങ്ങയുടെ വോയിസ് അങ്ങ് കൊടുത്താൽ പോരെ? ഞാനിവിടെ നിൽക്കുന്നത് അത് ഞങ്ങളെ കൂടി ബാധിക്കുന്ന കാര്യങ്ങൾക്ക് മറുപടി പറയാനാണ്. അതായത് അങ്ങ് ഇത്രയും മോശപ്പെട്ട ഈ ചാനൽ ഇരുന്ന് കാണുന്നു എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. ഇത്രയും വിമർശനങ്ങൾ ഉണ്ടെങ്കിലും അങ്ങ് ഇത് കാണുന്നുണ്ടല്ലോ. അയ്യോ, പിന്നെ അല്ലാതെ അങ്ങേക്ക് എന്തെങ്കിലും പറയാൻ ഒരു അവസരം കിട്ടുന്നതിന് അങ്ങ് മറ്റൊരു ചാനലിലേക്ക് വിളിച്ചില്ലല്ലോ, ന്യൂസ് 18-ലേക്കല്ലേ വിളിച്ചത്. അങ്ങനെ കേരളത്തിൽ നൂറുകണക്കിന് മനുഷ്യർക്ക് അവരുടെ അഭിപ്രായം പങ്കുവെക്കാൻ കഴിയുന്ന ഒരു ഉത്തമ മാധ്യമമായി ഈ ന്യൂസ് 18 ആയതുകൊണ്ടാണല്ലോ അങ്ങ് വിളിച്ചത്, അല്ലേ? ഗാന്ധി ജയന്തി ദിവസം ഗാന്ധിജിയെ പറ്റി ഒട്ടനവധി കാര്യങ്ങൾ കൊടുത്തുകൊണ്ട് തന്നെയാണ് ന്യൂസ് 18 അന്ന് സംപ്രേഷണം നടത്തിയത്. പക്ഷെ അന്നത്തെ ദിവസം നടക്കുന്ന അന്നത്തെ ദിവസമല്ല ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്ത്. ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ബിഗ് ബോസ് മലയാളിയെ ഏത് തരത്തിൽ സ്വാധീനിക്കുന്നു എന്ന വിഷയം ചർച്ച ചെയ്തിട്ടുണ്ടാകാം. അത് നൂറുകണക്കിന് മലയാളികൾ കണ്ട അവരുടെ അഭിപ്രായം ആരാഞ്ഞതിന്റെ ഭാഗമായിട്ടാണ്. അങ്ങനെ ഞങ്ങൾ എന്ത് ചർച്ച ചെയ്യണം എന്ന് തീരുമാനിക്കും. നിങ്ങൾ ഗാന്ധി ജയന്തി ദിവസം ഗാന്ധിജിയെ കുറിച്ച് ഉള്ള മാത്രം ചർച്ചകളാണോ നടത്തുക? ഗാന്ധിജി മുന്നോട്ട് വെച്ച ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്തിട്ടുണ്ടാകാം. ഇപ്പോൾ ഓരോ നമുക്ക് ഇന്ത്യക്ക് നൂറുകണക്കിന് ദേശീയ നേതാക്കൾ, രാഷ്ട്രസ്നേഹികൾ, ദേശാഭിമാനികൾ ഉണ്ടായിരുന്നു. അവരുടെ എല്ലാം ഓർമ്മ ദിനത്തിൽ നമ്മൾ അവരെ കുറിച്ച് ഓർക്കും. പക്ഷേ മുഴുവൻ സമയം അത് തന്നെ കൊടുത്തോണ്ടിരുന്നാൽ ഈ 365 ദിവസവും നമുക്ക് ഈ നേതാക്കളെ കുറിച്ച് മാത്രമേ പറയാൻ ഇടമുണ്ടാവുള്ളൂ ടെലിവിഷനിൽ. കാരണം ഇന്ത്യക്ക് അത്രമാത്രം ദേശാഭിമാനികളുണ്ട്. ഇംഗ്ലീഷുകാരോട് പടവരുതി വീണ 100 മനുഷ്യർ ഈ നാട്ടിലുണ്ട്. അവരെ കുറിച്ചൊക്കെ അവരുടെ ഓർമ്മ ദിനങ്ങളിൽ അവരെ കുറിച്ച് നമ്മൾ പറയും. പക്ഷെ അത് മുഴുവൻ സമയം ടെലിവിഷനിൽ അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ അങ്ങക്ക് ഇതൊക്കെ ഒരു എവിടുന്നോ ഒരു തെറ്റായ ഒരു ധാരണ കിട്ടിയിരിക്കുകയാണ്. ടെലിവിഷനിൽ അങ്ങ് വിളിച്ച് എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നത് ഒരു ഫാഷനായി ഇന്ന് ചില ആളുകൾ കൊണ്ടു നടക്കുന്നു. കാര്യം കയ്യിൽ വേണം. അല്ല, അവസരം തരുമല്ലോ, അങ്ങക്ക് ഞാൻ ഇഷ്ടംപോലെ അവസരം തരാം. അങ്ങ് പറഞ്ഞത് ഈ ശുദ്ധ മണ്ടത്തരമാണ് എന്ന് പറയാനുള്ള ഒരു സമയം ഞാൻ എടുത്തതേ ഉള്ളൂ. ബാക്കി അങ്ങക്ക് പറയാം. ഓക്കെ, ഞാൻ പിന്നെ ന്യൂസ് 18 ചാനൽ കാണണം എന്ന് വിചാരിച്ചിട്ട് എനിക്ക് ന്യൂസ് 18 ചാനൽ ഇഷ്ടമായതുകൊണ്ട് കാണാനാണ് ഞാൻ വിളിച്ചതൊക്കെ ചോദിക്കണേ. ഓക്കെ, ഞാൻ അംഗീകരിച്ചു. ഞാൻ വിവരേന്റെ ബാക്കി കൂടെ പോകാറുണ്ട്, ബാറിന്റെ ബാക്കി കൂടെ പോകാറുണ്ട്, ഷാപ്പിൽ പോകാറുണ്ട്. എന്ന് പറഞ്ഞാൽ എനിക്ക് കള്ളു കുടിക്കാറില്ല. ഞാൻ എന്റെ ബാക്കി കൂടെ പോകണം എന്ന് പറഞ്ഞാൽ എനിക്കത് ഇഷ്ടമായത് കൊണ്ടല്ല. ചിലപ്പോ എന്റെ അഭിപ്രായങ്ങളും സഹോദരങ്ങളും ഞാൻ എന്റെ മുന്നിൽ പറഞ്ഞെന്നിരിക്കും. അതിന്റെ അർത്ഥം എനിക്ക് ആ സാധനങ്ങളൊക്കെ ഇഷ്ടമാണെന്നല്ല.
ഞാൻ പറയും. ന്യൂസ് 18 വിളിച്ചിട്ട് ഞാൻ പറയും എന്ന് പറഞ്ഞ പിന്നെ ഇത് ഭയങ്കര പൊതുവേദി എന്ന് പറഞ്ഞാൽ മറ്റേ വിയോജിപ്പോട് കൂടി അങ്ങ് ഇത് കാണുന്നുണ്ടല്ലോ, അതാണ് സന്തോഷം. ഞങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുന്നു എന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ഞങ്ങളെ അങ്ങേയറ്റം വിമർശിക്കുന്നവരെയും ഞങ്ങൾക്ക് ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് റിയാസ്. തീർച്ചയായിട്ടും. പിന്നെ വിമർശനങ്ങളിലൂടെയുള്ള അങ്ങ് വിമർശിക്കുന്നതിൽ എനിക്ക് ഒരു വിഷയവുമില്ല. പക്ഷെ അങ്ങ് പറഞ്ഞത് വലിയൊരു മണ്ടത്തരമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. കാരണം ഇന്ത്യക്ക് ഗാന്ധിജിയുണ്ട്, നെഹ്റുജിയുണ്ട്, ധീരദേശാഭിമാനികളായ നൂറുകണക്കിന് ആളുകൾ, നൂറുകണക്കിന് നേതാക്കന്മാർ പോരാടി നേടിയ ഒരു സ്വാതന്ത്ര്യമാണ് ഈ രാജ്യത്തുള്ളത്. അവരെ കുറിച്ച് എല്ലാ ദിവസവും ഞങ്ങൾ ഓർക്കുന്നു. പക്ഷെ ആ ദിവസം അവരുടെ മാത്രം വാർത്തകൾ കൊടുക്കണം എന്ന് പറയാൻ പറ്റില്ല. അവരെ കൂടി അവർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അത് തുടങ്ങും. മറ്റു വിഷയങ്ങൾ വരുമ്പോൾ അതിൽ പറയാൻ ബുദ്ധിമുട്ടായിരിക്കും. ബുദ്ധിമുട്ടുണ്ടോ? സവർക്കറിന് ചേട്ടൻ ഇഷ്ടമാണ്, സവർക്കറിന് ഇഷ്ടമാണ്, രാജ്യത്തിന് ഒറ്റ കൊടുത്താളാ. ആ സ്ഥാപനത്തിൽ നിന്ന് ചേട്ടന് പറയാൻ പറ്റുമോ? ചിലപ്പോ ചേട്ടന്റെ ജോലി പോകൂലേ? സവർക്കറിന് ഇഷ്ടമാണ് ചേട്ടൻ. അല്ല, സവർക്കറിന് ഇഷ്ടമാണ്. ഈ റിയാസ് എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്? എന്റെ അമ്മ പ്രസവിക്കുമ്പോൾ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടാകും, അത് കണ്ടിട്ടാണെന്നാണോ വിചാരിച്ചത്? റിയാസിന് ഇതുപോലെ ധൈര്യമുള്ള ഒരു മാധ്യമ പ്രവർത്തകനെ ഏറെ എവിടെയെങ്കിലും കണ്ടു കാണില്ലായിരിക്കും. എനിക്ക് അങ്ങനെ ഒരു മുതലാളിയും പേടിയില്ല. അങ്ങനെ പൗഡർ ഇട്ട് വന്ന് മുതലാളിയെ സ്തുതികീർത്തി പാടുന്ന ആരും ന്യൂസ് 18 ഉണ്ടാവില്ല. അങ്ങനെയൊന്നും ഇല്ലാത്തൊരു പരിപാടി അല്ല. ഇത് മനസ്സിലാക്കണം, അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പരിപാടിയാണ് പൊതുവേദി. ഓക്കെ, സവർക്കർ ഇഷ്ടമാണ് ചേട്ടൻ. ഇഷ്ടമാണോ? അല്ലേ? സവർക്കർ ഇഷ്ടമാണ്. എനിക്ക് ഇന്ത്യയിലെ ഇന്ത്യൻ സർക്കാർ എനിക്ക് അങ്ങ് പറയുന്നതിന് യെസ് ഓർ നോ ക്വസ്റ്റ്യനില്ല പറയുന്നത്. ഞാൻ പറയുന്നത് വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്ത്യൻ സർക്കാർ ആരെയൊക്കെ ധീരദേശാഭിമാനികൾ എന്ന് വ്യക്തമാക്കുന്നോ അവരെയൊക്കെ ഞാൻ അംഗീകരിക്കും. അത് എൻ്റെ രാജ്യത്തിന്റെ കാര്യമാണ്, എൻ്റെ ചാനലിന്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. ഞാൻ എൻ്റെ രാജ്യം എടുക്കുന്ന നിലപാടിനോടൊപ്പമാണ്. എൻ്റെ രാജ്യം എന്ത് നിലപാടെടുക്കുന്നോ ആ നിലപാടിനോടൊപ്പമാണ്. എൻ്റെ രാജ്യം എന്ന് പറയുന്നോ ആ നിലപാടിനോടൊപ്പമാണ്. എൻ്റെ രാജ്യം ആരെയൊക്കെ എത്ര കണ്ട് ആദരിക്കുന്നോ ആ നിലപാടിനോടൊപ്പമാണ്. അല്ല, ഞാനും ഓക്കെ, ഞാനും ആ നിലപാടിൽ തന്നെ. ചേട്ടന് സവർക്കർ ഇഷ്ടമാണോ? സവർക്കറോട് ഈ രാജ്യത്തിന്റെ ഈ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന് എന്താണോ നിലപാട് ആ നിലപാട് തന്നെയാണ് എനിക്കെന്ന്. പിന്നെ ഞാനെന്താ വിദേശിയാണോ? ഞാൻ എൻ്റെ നാട്ടിൽ എൻ്റെ ഭരണാധികാരികൾ, എൻ്റെ ഈ നാടിൻ്റെ സർക്കാർ എന്ത് നിലപാടാണ് വീര സവർക്കറിനോടുത്ത് ആ നിലപാടാണ് എനിക്ക്. ഇപ്പൊ കൃത്യമായോ? അയ്യോ, അത് തന്നെ, ആ നിലപാട് തന്നെ എനിക്കുള്ളത്. ചേട്ടന്റെ നിലപാട് തന്നെ എനിക്കുള്ളത്. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ എന്താണ് അവരൊക്കെ എതിർത്ത് പറയണ്ടേ? ഈ രാജ്യസ്നേഹം പറയുന്ന ഒരാള് സവർക്കറിനെയും കുറ്റപ്പെടുത്തണ്ടേ? നമ്മുടെ രാജ്യത്തിന് ഒറ്റുകൊടുത്തവനാ അവനൊരു പണി. അങ്ങനെ ഒരു ചർച്ച ചെയ്യണം. സവർക്കർ പിന്നെ മോശമായ ആളാണോ നമ്മുടെ രാജ്യത്തിൽ ഒറ്റുകൊടുക്കുന്നത്? ചർച്ച ചെയ്യും, ഞാൻ പങ്കെടുക്കാന്നേ. അല്ല, അങ്ങ് എന്തെങ്കിലും ഒരു വിഷയം അങ്ങക്ക് സവർക്കറെ ചീത്ത വിളിക്കണമെങ്കിൽ അതിന് അങ്ങക്ക് ചെയ്യാം. അതിന് എൻ്റെ ഒരു ഷോയിൽ വന്ന് നിങ്ങൾ ഇത് ചർച്ച ചെയ്യണം, എനിക്ക് അയാളെയാണെന്ന് ചീത്ത വിളിക്കും. അങ്ങക്ക് ഓരോ ദിവസം ചീത്ത വിളിക്കാൻ ഓരോരുത്തരും ഉണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം ആ സവർക്കർ ചെയ്ത 10-16 വർഷം ജയിലിൽ കിടന്നല്ലോ, ആ ഭാഗത്തെ ഞങ്ങൾ അംഗീകരിക്കും. അദ്ദേഹം അംഗീകരിക്കാത്ത, രാജ്യം അംഗീകരിക്കാത്ത കാര്യമുണ്ടെങ്കിൽ അതിനെ ആ നിലയ്ക്ക് കാണും. അതാണ് എന്റെ നിലപാട്. അല്ല, അങ്ങേക്ക് ദേഷ്യമുള്ള ആളുകളെ എനിക്കൊന്ന് ചീത്ത പറയണം, അതിനുവേണ്ടി ഈ ചാനൽ തുറന്നു തരണം എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. എനിക്ക് എൻ്റെ രാജ്യത്തിന്റെ നിലപാടെന്ന്, എൻ്റെ രാജ്യം ആരെയൊക്കെ ധീരദേശാഭിമാനികളായി കണക്കാക്കുന്നോ ആ നിലപാടിനോടൊപ്പം ഞാൻ നിൽക്കുന്നു. അതാണ് ഞാൻ പറയുന്നത്. രാജ്യത്തിനല്ലേ ഗാന്ധി ജയന്തി മഹാത്മാഗാന്ധി ആരാന്ന് നിങ്ങൾക്ക് അറിയാമോ? എനിക്ക് മഹാത്മാഗാന്ധി ആരാന്ന് അങ്ങ് എന്തായാലും പറഞ്ഞു തരേണ്ട സാഹചര്യം. ഒക്ടോബർ 2 നിങ്ങൾ ചർച്ച ചെയ്ത് എന്താണെന്നറിയോ? ബിഗ് ബോസിനെ കുറിച്ച് ചർച്ച ചെയ്ത്. അന്ന് മഹാത്മാഗാന്ധിയുടെ എന്ത് പരിപാടി? സഹോദരൻ, ഒക്ടോബർ 2 ഒരു അപകടമുണ്ടായാലും ആ വാർത്ത കൊടുക്കണ്ടേ? ഒക്ടോബർ 2 ഒരു വലിയ വിഷയമുണ്ടായാലും ആ വിഷയം ചർച്ച ചെയ്യണ്ടേ? അങ്ങ് ഇതെന്തോ ചരിത്ര പുസ്തകത്തിൽ നിന്ന് എന്തെങ്കിലും ഇന്ത്യൻ ഹിസ്റ്ററിയുടെ ഗൈഡ് എന്തെങ്കിലും എടുത്ത് വിഴുങ്ങിയോ? എല്ലാ ദിവസവും ഗാന്ധിജി ജയന്തി ദിവസം ഗാന്ധി ജയന്തിയെക്കുറിച്ചും ഗാന്ധിജിയെക്കുറിച്ചുമുള്ള ഒരു സ്റ്റോറിയാണ് കൊടുക്കുക. അല്ലാണ്ട് 324 മണിക്കൂർ ഗാന്ധിജിയെ കുറിച്ച് മാത്രം പറഞ്ഞു വരില്ല. അങ്ങെന്തോ കാര്യമായ എന്തോ ഒരു പ്രശ്നം പറ്റിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങ് ഗാന്ധി ജയന്തി ദിവസം മുഴുവൻ കാര്യവും ഗാന്ധിജിയെ കുറിച്ച് മാത്രമാണോ ചർച്ച ചെയ്യുന്നത്? അങ്ങ് ഷർട്ടിടില്ലേ, പാൻറ്റിടില്ലേ, ഒരു വേറെ സ്ഥലത്ത് കടയിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കില്ലേ? അപ്പൊ ഗാന്ധി ജയന്തി ദിവസം ഗാന്ധി ജയന്തിക്ക് ബന്ധപ്പെട്ട മാത്രം കാര്യങ്ങൾ ന്യൂസ് 18നെ കുറിച്ച് അതിൽ അങ്ങയിൽ നിന്ന് ഇത്രയും ഇതുപോലെ യാതൊരു കൃത്യമായ ബോധ്യമില്ലാത്ത ഒരാളിൽ നിന്ന് ഒരു സർട്ടിഫിക്കറ്റ് ഗാന്ധി ജയന്തിയുടെ അന്ന് നിങ്ങൾ ചർച്ച ചെയ്യാഞ്ഞത്? ഗാന്ധി ജയന്തിയുടെ അന്ന് നിങ്ങൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഗാന്ധി ജയന്തിയുടെ അന്ന് ഗാന്ധി ജയന്തിയുടെ മാത്രം കാര്യം പറയാൻ പറ്റുള്ളൂ. ഇത്ര വലിയ രാജ്യസ്നേഹല്ലേ, അത്ര വലിയ മഹാനല്ലേ? എന്റെ രാജ്യസ്നേഹത്തിൽ ഞാൻ നിങ്ങളോട് വല്ല സർട്ടിഫിക്കറ്റ് ചോദിച്ചോ? ഞാൻ രാജ്യസ്നേഹിയാണെന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും എനിക്ക് ആവശ്യമില്ല. എന്റെ രാജ്യത്തെ കുറിച്ച് പറയാൻ എനിക്കറിയാം. എനിക്ക് അങ്ങനെ ആരുടെയും സർട്ടിഫിക്കറ്റ് ഒന്നും തരണ്ട രാജ്യസ്നേഹത്തെ കുറിച്ച് പറയാൻ.
അപ്പൊ നിങ്ങൾ എനിക്കൊരു സർട്ടിഫിക്കറ്റ് എഴുതി തരണോ? രാജ്യസ്നേഹത്തെ കുറിച്ച് പറയാൻ മനു ഭാരത് രാജ്യസ്നേഹിയാണെന്ന് റിയാസ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. അങ്ങനെ പ്രഖ്യാപിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. പഠിക്കാന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ട്. ഞാൻ പഠിച്ചത്ര എന്തായാലും ഇന്ത്യയിൽ ഈ ചരിത്രം അങ്ങ് റിയാസ് കൂടി കേൾക്കാൻ കൂടി പറയണം. ഈ ആത്മപ്രശംസ എന്ന് പറയുന്ന സാധനം അത്ര നല്ലതല്ല. എങ്കിലും റിയാസെ കേൾക്ക്, റിയാസെ അങ്ങ് ഈ ചരിത്രത്തെ കുറിച്ച് എന്നോട് മറ്റെന്തിനെ കുറിച്ച് വേണമെങ്കിലും പറയാം, ചരിത്രത്തെ കുറിച്ച് പറയണ്ട കേട്ടോ. കാരണം എന്താണെന്നറിയാമോ, ഇന്ത്യയിലെ ഒരു മിനിറ്റ് കേൾക്ക് റിയാസ്, ഒരു മിനിറ്റ് ഒന്ന് കേൾക്ക്. ഇന്ത്യയിലെ റിയാസ് കേൾക്ക്, കേൾക്കുന്നത് ഒരു മിനിറ്റ് കൂടി കേൾക്ക്. അങ്ങക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? ഇന്ത്യയിൽ ഏറ്റവും നന്നായി ചരിത്രം പഠിപ്പിക്കുന്ന സർവകലാശാല എന്ന് പറയുന്നത് JNU എന്ന സർവകലാശാലയാണെന്നാണ് വെപ്പ്. അവിടുത്തെ ഇത് കേൾക്കാനത് എത്ര പ്രയാസം. ന്യൂസ് 18 അവിടെ നിൽക്കട്ടെ, അങ്ങ് എന്നെ കുറിച്ച് ചരിത്രബോധത്തെ കുറിച്ചാണല്ലോ പറഞ്ഞത്. അപ്പൊ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും മികവുറ്റ ചരിത്രം പഠിപ്പിക്കുന്ന കേന്ദ്രമാണ് JNU. അവിടെ നിന്ന് പഠിച്ചിറങ്ങി എനിക്ക് അങ്ങയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഏതായാലും ചരിത്രത്തിൽ വേണ്ട. ഞാൻ തരാനും പോലില്ല. അങ്ങയുടെ വീട്ടിൽ വന്ന് നിന്ന് ചോദിച്ചോ എനിക്കൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന്. ഭയങ്കര രാജ്യസ്നേഹമുള്ള ആൾക്കാരാണ്. ശരി, ഏതായാലും എനിക്ക് അങ്ങയുടെ സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. എനിക്ക് സമയം അതിക്രമിച്ചതുകൊണ്ടാണ് ഈ വിഷയം ഞാൻ യൂട്യൂബിലും പ്രേക്ഷകർക്ക് മുന്നിൽ ചർച്ച ചെയ്തിരുന്നു. ഈ ബീഫ് വിവാദം കേരള സ്റ്റോറിയുടെ പ്രചരണത്തിനാണോ ആക്കം കൂട്ടിയതെന്ന് ചോദിച്ചപ്പോൾ 77% ആളുകൾ പ്രചരണത്തിനാണ് ആക്കം കൂട്ടിയത് എന്ന് ആണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം 23% ആളുകൾ അത് ഒരു വിമർശനത്തിന് കൂടി വഴിതെളിച്ചു എന്ന് വ്യക്തമാക്കുന്നു. ഏതായാലും ഒരു സമൂഹത്തിലെ അപകടകരമായ പ്രവണതകളെ തുറന്നു കാട്ടുന്നത് കലയുടെ കടമയാണ് എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതോടൊപ്പം തന്നെ മനുഷ്യരുടെ ഇടയിലെ സഹവർത്തിത്വം വളർത്തേണ്ട ഉത്തരവാദിത്വവും സിനിമയ്ക്കുണ്ട്. സിനിമയും ടെലിവിഷനും വെറും വിനോദമല്ല, അത് ഒരു സമൂഹത്തിൻ്റെ ദിശ നിർണ്ണയിക്കുന്ന ശക്തികളാണ്. അതിനാൽ വിഭജനമല്ല, ഐക്യമാണ് വേണ്ടത്. വിദ്വേഷമല്ല, സഹാനുഭൂതിയാണ് വേണ്ടത്. സംശയമല്ല, സംവാദമാണ് വേണ്ടത്. ഇതാണ് നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. ഇന്നത്തെ പൊതുവേദി ഇവിടെ സമാപിക്കുന്നു. നാളെ മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.